എന്നാണ് ഇരുട്ടുകാര് പറയുന്നത്. അത് അന്ധവിശ്വാസമാണ്, അത് അന്ധവിശ്വാസമാണ്. ഞാനതിന് ഇതേവരെ സമ്മതിച്ചിട്ടില്ല, കന്യാബലിദാനത്തിന് സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് കരകവിഞ്ഞൊടുകയാണ്. മറേ കന്യക ബലി കൊടുത്താലല്ലാതെ ഇതണങ്ങില്ലെന്ന് ഇവര് പറയുകയാ. അതുകൊണ്ട് മറേ കാലത്തിന്റെ ഉമറേ, ചരിത്രത്തിന്റെ കമറേ, എന്തെങ്കിലും ഒരു പോംവഴി പറയുക. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അറേബ്യയുടെ ഭരണാധികാരി ഈത്തപ്പന മരത്തിന്റെ ഓല കയ്യിലെടുത്തു ഒരു കത്തെഴുതാൻ തുടങ്ങുകയാണ്. മിൻ അബ്ദില്ലാഹി ഉമറ ഇലാ നൈലി മിസ്റ. അല്ലാഹുവിന്റെ അടിമയായ ഉമർ നൈലിലെ മിസ്രിലെ നൈലിൽ നിന്ന് കത്താണിത്. ഒരു മനുഷ്യൻ നദിക്ക് കത്തെഴുതി, ഒരു മനുഷ്യൻ നദിക്ക് കത്തെഴുതി. ആ ഈത്തപ്പന ഓല കലറിയടിക്കുന്ന നൈലിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ പരാവാരം പോലെ തല തല്ലി ആ തെളിഞ്ഞ നൈല് ഒരു പൂച്ചക്കുട്ടിയെ പോലെ അടങ്ങി നിന്നത്തെ ഒരു മനുഷ്യന്റെ കടലാസ കശനത്തിന്റെ മുമ്പിൽ വെള്ളപ്പൊക്കത്തെ പോലും ആ നടിക്കുന്ന തിരമാലകളെ ഒരു തെറും കടലാസ് കൊണ്ട് അടക്കി പിടിക്കാൻ കഴിഞ്ഞ അത്ഭുതം ചെയ്ത മഹാനാരാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മഹാനാരെന്നറിയോ? നമുക്കുമാകാൻ കഴിയും. മുല്ലപ്പെരിയാർ ഡാം എന്തേ നിങ്ങൾ കടക്കുന്നില്ല? 3 മാസം മുമ്പ് മഴ തിമിർത്തു പെയ്തപ്പോ 24 മണിക്കൂർ നിലക്കാത്ത മഴ പെയ്തപ്പോ കേരളത്തിലെ നെടുമ്പാശ്ശേരി എയർപോർട്ട് അടച്ചിട്ടു അത്ര. 24 മണിക്കൂർ ഫ്ലൈറ്റുകൾ പിന്നെ ചാർട്ട് ചെയ്തില്ല അത്രേ. 24 മണിക്കൂർ വെള്ളം കയറുമ്പോ ഈ നഗരം മുഴുവൻ വെള്ളത്തിന്റെ അടിയിലാകുമ്പോ പൊന്നുമോനെ പൊങ്ങി വരുന്ന ജലത്തിനോട് നിൽക്ക എന്ന് പറഞ്ഞാൽ വറ്റിപ്പോകാൻ കഴിയുന്ന അത്ഭുത കർമ്മം നിർവഹിക്കാൻ എനിക്കും നിനക്കും കഴിയും. ഒരു മഹാനാവാൻ എനിക്കും നിനക്കും കഴിയും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ മമ്പുറത്തെ തങ്ങൾക്ക് മാത്രമല്ല കുട്ടിയെ, വെളിയങ്കോട് ഉമൽക്കാദിക്കും മാത്രമല്ല കുട്ടിയെ, നമുക്കും മഹാനാവാൻ കഴിയും. പക്ഷേ ആ മഹാന്മാരെ പോലെ ജീവിക്കാൻ കഴിയണം. അല്ലാഹുവിനാക്കി തരട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. എന്തിനാ അള്ളാഹു പുതിയ ആദ്യം മഹാനാരാന്നറിയണ്ടേ, എന്നിട്ടല്ലേ ആരും കാണാത്ത മഹാൻ പറയാൻ പറ്റൂ? ഇതങ്ങോട്ട് പെട്ടെന്നങ്ങോട്ട് നാരങ്ങാ മിഠായി മേടിച്ചിട്ട് വായിലിട്ട മാതിരി ഇത് അലിയണ സാധനമല്ല. ഇത് ഖുർആന്റെ നിഗൂഢതയാണ്. അള്ളാഹു അതിലേക്ക് പോകാൻ തൗഫീഖ് നൽകട്ടെ. ഞാനെല്ലാം മാറ്റി 2 മണിക്കൂർ കഴിഞ്ഞ് ഇറങ്ങുമ്പോ ഇവിടെ നിന്ന് കയ്യിൽ പിടിച്ചോണ്ട് പോകാൻ എന്തെങ്കിലും ഉണ്ടാവണം. വെറും ഒരു ആസ്വാദനമല്ല, നമുക്ക് മഹാനാവാൻ കഴിയും. ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹു നമ്മൾ മഹാനവറുകൾ തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? ഒരു മനുഷ്യൻ എന്ന കാര്യത്തിൽ, ഭാര്യയും മക്കളുമുണ്ട് എന്ന കാര്യത്തിൽ എന്ത് വ്യത്യാസമാണ് അവരും നമ്മളും തമ്മിലുള്ളത്? ഒരൊറ്റ വ്യത്യാസമുള്ളൂ, അവര് മഹാന്മാരായി, നമ്മൾ നാരദന്മാരായി. ഒരൊറ്റ വ്യത്യാസമുള്ളൂ, നമുക്ക് മഹാനാവാൻ കഴിയും. ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ഞാൻ പറഞ്ഞ രജയോ കുട്ടി ഇവിടെ ഇരുന്നിട്ട് ഇവിടെ നോക്കട ചങ്ങാതി, ഇവിടെ ഇരുന്നിട്ട് ആകാശത്ത് നടക്കുന്ന രഹസ്യങ്ങൾ പറയാൻ നിന്നെ കൊണ്ട് പറ്റും. ഞാൻ ഇത് വെറുതെ പറയണല്ല, ചുമ്മാ അവർക്ക് എന്തെങ്കിലും വാദ്യം പഠിക്കണല്ല. ഇവിടെ ഇരുന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് 7 ആകാശത്തിന് അപ്പുറത്ത് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഇവിടെ ഇരുന്നിട്ട് പറയാൻ നിന്നെ കൊണ്ട് പറ്റും. ഉറപ്പ്, ഒരു സംശയവും വേണ്ട. പക്ഷെ ഒരൊറ്റ നിബന്ധന ഞാൻ പറഞ്ഞുതരാൻ ചെയ്യൂ. ഉറക്കപ്പറ. എന്തിട്ട് ഇരിപ്പ ചങ്ങാതി ഇരിക്കണത്? എന്തിട്ടാ മാഷ ഇത് ഇങ്ങനെ ഇരിക്കണേ? എന്നെ ഇപ്രാവശ്യം തുടങ്ങാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇതിനൊന്ന് ചാലുവാക്കി ഞാൻ ചാർജ് ചെയ്തുകൊണ്ടു. പിന്നെ ബാക്കിയുള്ളവർക്ക് എളുപ്പമല്ലോ. ചാർജ് ചെയ്യണ ജോലി അല്ല. ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 30 ലിറ്റർ ഡീസൽ വേണം. അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പോയാൽ പിന്നെ 5 ലിറ്റർ മതി. ഈ 30 ലിറ്ററിന്റെ ജോലി ആയിപ്പോ എനിക്ക്. ഇതൊന്ന് ചാർജ് ചെയ്ത് കൊണ്ടുവരണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു പുതിയ അറിവാണ്. നിങ്ങളുടെ അവസാനം വരെ ഇരിക്കൂ. 2 പാർട്ടാണ് ഈ വിഷയം. ഒരു പാർട്ടിൽ ഇന്ന് ഞാൻ തുടങ്ങി, നാളെ അവിടെ നിന്ന് വീണ്ടും തുടങ്ങും. 2 പാർട്ടാണ്. 2 ദിവസം വരാത്തവന് ഒരു ചുക്കും മനസ്സിലാവത്തില്ല. അവിടെ 2 ദിവസം വരാന്നുള്ളവർ മാത്രം ഇപ്പൊ ഇരുന്നാൽ അതിൽ എഴുന്നേറ്റുള്ളൂ. കാരണം അതുകൊണ്ട് കഥയില്ല. മണ്ണറയും മണിയറയും പറഞ്ഞ മാതിരിയില്ല. ഇത് അടുത്ത അതിനേക്കാളും വലിയ അറയായി പറയാൻ പോകുന്നത്. ഒരൊറ്റ നിബന്ധന ചെയ്യോ. എനിക്കും നിനക്കും ഇവിടെ ഇരുന്നിട്ട് ഡോക്ടറിന് രോഗി വരുമ്പോ സ്കാനൊന്നും ചെയ്യണ്ട, എങ്ങനെ നോക്കിയിട്ട് പറയും.
സ്കാനൊന്നും ചെയ്യണ്ട, അടുത്തു വന്നിരുന്നാൽ അവന്റെ ഉള്ളിലുള്ള രഹസ്യം മുഴുവനും കണ്ണുകൊണ്ട് നോക്കിയിട്ട് പോകും. ഒരേ ഒരു നിബന്ധന മാത്രം, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലൗലാ അന്ന ശയാതീന യഹൂമൂന അലാ ഖുലൂബി ബനി ആദം ലനദറു ഇലാ മലകൂതി സമാ. ലൗലാ അന്ന ശയാതീന, ഏത് മനുഷ്യന്റെ പെണ്ണാണോ എന്റെ അകലാള പെണ്ണുങ്ങളെ, നിനക്കൊരു നഫീസത്തുൽ മിസ്രിയാവാൻ കഴിയും, നിനക്ക് മറ്റൊരു റാബിയത്തുൽ അദവിയാവാൻ കഴിയും, നിനക്കൊരു മുനമ്പത്ത് ബീവിയാവാൻ കഴിയും. എപ്പോഴാ? ലൗലാ അന്ന ശയാതീന യഹൂമൂന അലാ ഖുലൂബി ബനി ആദം, ആദമിന്റെ മക്കൾ എന്നാണോ അവന്റെ ഹൃദയത്തിലിരിക്കുന്ന ഇബ്ലീസിനെ പിടിച്ചിട്ട് വെളിയിലാക്കുക. എപ്പോഴാണോ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന്, നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഈ പിശാചിനെ പിടിച്ചു വലിച്ചിറക്കി വെളിയിൽ കളയുന്നപ്പോഴാണോ ആ സമയത്തിൽ ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് ആകാശത്തിന്റെ രഹസ്യം പറയാ നിനക്ക് കഴിയുമെന്നാരാ പറഞ്ഞത്? ഇതേവരെ കള്ളം പറയാട്ട അത്ഭുതങ്ങളുടെ മഹാത്മാവേ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ബാബിലോണിയുടെ നഗരത്തിൽ ഇരുന്നിട്ട് ഇബ്രാഹിം നബി ഏഴാം ലോകത്തിന്റെ രഹസ്യം പറഞ്ഞതുപോലെ ബാബിലോണിയ നഗരത്തിന്റെ മധ്യത്തിലിരുന്നു കൊണ്ട് ഏഴാകാശത്തിന്റെ അപ്പുറത്തിരുന്ന രഹസ്യം മുഴുവൻ ഇബ്രാഹിം നബി പറഞ്ഞതുപോലെ അഹമ്മദ് കബീറിനും അബ്ദുൽ ഖാദറിനും ഉമർ മുസ്ലിയാർക്കും ഒക്കെ പറയാൻ കഴിയും, ഈ രഹസ്യങ്ങൾ പറയാൻ കഴിയും. പക്ഷേ ഒരൊറ്റ നിബന്ധനയെ ഉള്ളു ചെറുപ്പക്കാരാ, ഈ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഈ ഇബ്ലീസിനെ പിടിച്ചു വെളിയിൽ കളയണം. ഈ ഫിത്ന പറയുന്ന, ഈ ഫസാദ് പറയുന്ന, ഈ കല്ല് കുടിപ്പിക്കുന്ന, ഈ അനാവശ്യങ്ങളെ കാണിക്കുന്ന, ഈ അശ്ലീലതകളെ കാണിക്കുന്ന അരുതായ്മകളിലേക്ക് നിന്നെ വലിച്ചു കൊണ്ടുപോകുന്ന ഇബ്ലീസിനെ നിന്റെ ഹൃദയത്തിൽ നിന്ന് വെളിയിലേക്ക് കളഞ്ഞോ എന്നാൽ നിന്റെ ഹൃദയത്തിന് പവർ കൂടുകയാണ്, നിന്റെ കണ്ണിന് ശക്തി കൂടുകയാണ്. പിന്നെ നീ കാണുന്നത് ഭൂമിയുടെ കാഴ്ചയല്ല, പിന്നെ നീ കാണുന്നത് ആകാശത്തിന്റെ കാഴ്ചയാണ്. ഒരു സഹാബി റോഡിലൂടെ നടന്നു പോകുമ്പോ ഒരു സുന്ദരിയായ പെണ്ണിനെ കണ്ടു. ആ പെണ്ണിനെ ഒന്ന് നോക്കിപ്പോയി, അറിയാതെ സഹാബി സുന്ദരിയായ പെണ്ണിനെ ഒന്ന് നോക്കിപ്പോയി. മാനുഷികമാണ്, അറിയാതെ ഒന്ന് നോക്കി. ആ നോക്കുന്ന കണ്ണുകളോടെ പള്ളിയിലോട്ട് കടന്നുകൊണ്ടു അവിടെ ഇരിക്കുന്നുണ്ട് ലോകത്തിന്റെ നായകനെ, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ആ സഹാബി വന്നിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് സലാം പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു തആല സലാം അടക്കിയില്ല. എന്തേ സലാം അടക്കുന്നില്ല? ആ സമയത്താണ് ഉസ്മാൻ റളിയല്ലാഹു തആല ചോദിച്ചത്, എന്തിനാ സലാം പറവടക്കുന്നത്? ഈ നിസ്കാര തഴമ്പം വെച്ചിട്ട് നടക്കുന്നത് എന്തിനാണ്? വ്യഭിചാരത്തിന്റെ അടയാളം നിന്റെ മുഖത്ത് വരച്ചു വെച്ചിട്ടുണ്ടല്ലോ, വ്യഭിചാരത്തിന്റെ അടയാളം നിന്റെ മുഖത്ത് വരച്ചു വെച്ചിട്ടുണ്ടല്ലോ. സാബി എങ്ങനെയാണ് സാബി നെറ്റിത്തെരിച്ചു പോയി? വടിയരികിലൂടെ നടന്നു വരുമ്പോ, പള്ളിയിലേക്ക് വരുമ്പോ ഒരു പെണ്ണിനെ നോക്കിയത് പള്ളിക്കുള്ളിരുന്ന ഉസ്മാൻ റളിയല്ലാഹു തആല എങ്ങനെയാണ് അറിഞ്ഞത്? ആര്യനാണ്. ലൗലാ അന്ന ശയാതീന യഹൂമൂന അലാ ഖുലൂബി ബനി ആദം, സ്വന്തം ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പിശാചിനെ വെളിയിലോട്ട് കളയാൻ കഴിയണം. അപ്പൊ പിന്നെ ഇതൊക്കെ കാണാൻ പറ്റും. നമുക്ക് കാണാൻ പറ്റാത്തതിന്റെ തടസ്സം എന്താ? നമ്മൾ മഹാനാവാത്ത എന്താ? നമ്മൾ മഹാനാവാത്തതിന്റെ ഒരേ ഒരു പ്രശ്നം, ഹൃദയത്തിന്റെ ഉള്ളിൽ ഇതങ്ങോട്ട് എടുത്തു കളഞ്ഞ എല്ലാം കാണും. അള്ളാഹു നമ്മളെ മഹാന്മാരാക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ, ആമീൻ പറയും മനുഷ്യന്മാരെ. അള്ളാഹു നമ്മളെ മഹാന്മാരാക്കട്ടെ. അള്ളാഹു നമ്മളെ ഒരല്പം കൽബിൽ ഇബ്ലീസിനെ കളയണം. അപ്പൊ മഹാനോ ഇബ്ലീസ് ഉള്ള ആളപ്പാരല്ല, മഹാനല്ല. നമുക്കെല്ലാരും നമുക്ക് സന്തോഷമാണ് ഒരു മഹാന.
നമുക്ക് എല്ലാവരും അമ്മയും മഹാൻ, അച്ഛനും മഹാൻ, എല്ലാവരും മഹാൻ. നമുക്ക് കണ്ണി കണ്ടതല്ല മഹാൻ. ഒരു സമയത്ത് മലബാർ ഭാഗത്ത് കന്നാസ് തികയാത്തൊരു കാലം ഉണ്ടായിരുന്നു. കന്നാസ് തികയില്ല. കാരണം വലിയ ഷെയ്ഖ് വന്നത്ര, ഷെയ്ഖ് വെള്ളത്തിൽ ഊതി കൊടുത്തു. അത് കുടിച്ചാൽ പിന്നെ പ്രസവിക്കാത്ത പെണ്ണ് പ്രസവിക്കും, രോഗം മാറും, ക്യാൻസർ മാറും. അവസാനം ഇവിടെ നിന്ന് വെള്ളം മേടിക്കാൻ വേണ്ടി ആളുകൾ ടൂറിസ്റ്റ് ബസ് വിളിച്ചിട്ട് ആണും പെണ്ണും വെള്ളം മേടിക്കാൻ പോയി മലബാർ. അങ്ങനെ പോയി തങ്ങൾ ഊതിയ വെള്ളം മേടിക്കാൻ വേണ്ടി ആളുകൾ ക്യൂ നിന്ന് അവസാനം വെള്ളം തികയാതായി. കന്നാസിനെ വെള്ളം കൊണ്ടുവരിക. അവിടുത്തെ ജൂവല്ലറി കച്ചവടക്കാരെ കച്ചവടം വെച്ചിട്ട് കന്നാസ് കട തുടങ്ങി. അത്രയ്ക്ക് ലാഭമായി, കന്നാസ് മേടിക്കാൻ ആളായി വെള്ളം. അവസാനം തങ്ങൾക്ക് വെള്ളം ഊതി മുടപ്പിക്കാൻ കഴിയാതിട്ട് തങ്ങൾ പിന്നെ കിളച്ചു ഊതി ഊതി വെള്ളം തികയാതെ ഈ ഷെയ്ഖ് എന്ത് ചെയ്തു? കിണറ്റിൽ ഊതി ഊതി കിണറ്റിൽ നോക്കിക്കൊണ്ടുവന്നു. എന്തോ ഒരു വെള്ളം ഊതി കുടിയായിരുന്നു. അവസാനം പോലീസ് ഈ സന്തോഷ് മാധവന്റെ കേസ് വന്നപ്പോ എല്ലാ സൂഫികളെ റെയ്ഡ് ചെയ്തു. അക്കൂട്ടത്തിൽ ഈ ഷെയ്ഖിനെ റെയ്ഡ് ചെയ്തു. റെയ്ഡ് ചെയ്ത് ഈ ഷെയ്ഖിനെ പിടിച്ച് അറസ്റ്റ് ചെയ്തപ്പോഴാണ് ബാക്കിയുള്ള മുരീദന്മാർ അറിഞ്ഞത് തങ്ങടെ മുറിച്ചിട്ടില്ല. മനസ്സിലായില്ല? പോലീസ് പിടിച്ച് അറസ്റ്റ് ചെയ്ത അവസാനം ഈ ഷെയ്ഖിനെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് ജാതി മതവും നോക്കിയപ്പോഴാണ് മനസ്സിലായി ഈ ഷെയ്ഖിന്റെ പ്രധാനപ്പെട്ട ഭാഗം മുറിച്ചിട്ടില്ല, തങ്ങൾ പൊന്നാനി പോയിട്ടില്ല. അപ്പൊ അത് നമുക്ക് ചെയ്യണം. ഈ രീതിയിൽ ലോകത്തുള്ള മുഴുവൻ ആളുകളെ അന്ധവിശ്വാസത്തിന്റെ, അനാചാരത്തിന്റെ ആൾരൂപമായി നമ്മൾ മാറി. ജീർണതകൾക്കെതിരെ ജിഹാദ് പ്രസംഗിച്ച ആളാ ഞാൻ. അന്ന് കിട്ടിയ വധഭീഷണി ഇപ്പൊ ഒന്നും കിട്ടാറില്ല. അൽഹംദുലില്ലാഹ് അതുകൊണ്ട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. ഇത് മോനെ, എനിക്കൊരു മഹ്ലൂക്കിനെ പേടിയില്ല. എനിക്ക് ഖാലിക്കിനല്ല, ഞാൻ ഇവിടെ ചില അഹങ്കാരമല്ല, എനിക്ക് ഖാലിക്കിനല്ലാതെ മഹ്ലൂക്കിനെ സിട്ടുകളെ എനിക്ക് പേടിയേ, ഒരു പേടി. ഞാൻ അവിടെ വെച്ച് ചാവക്കാട് ടൗണിൽ വെച്ചിട്ട് ജീർണതകൾക്കെതിരെ ജിഹാദ് പ്രസംഗിച്ച ആളാ ഞാൻ. അങ്ങനെ എനിക്ക് പറയാൻ പറ്റുന്നതിന് അപ്പുറത്തോട്ട് എനിക്ക് ഒരാൾ പേടി. അള്ളാഹുടെ തൗഫീഖ് അനാചാരം കുറെയൊക്കെ നിന്നു. അള്ളാഹു അതിൽ നിന്ന് മാറിയവർക്ക് അള്ളാഹു ഇസ്തിഖാമത്ത് കൊടുക്കട്ടെ. അള്ളാഹു നല്ല പ്രതിഫലം കൊടുക്കട്ടെ. അങ്ങനെ ഒരു മഹാനെയാണ് നമ്മൾ കാണാൻ പോവുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കാണണോ ആ മഹാനെ? പക്ഷെ നാളെ വരെ കാത്തിരിക്കണം, കാണണം. ഇന്ന് കാണാൻ പറ്റും. ആ മഹാനാണ് ഇന്ന് ഭൂമിയിൽ ഒരു മഹാൻ ജീവിച്ചിരിപ്പത്. രണ്ട് മഹാന്മാര് ഭൂമിയിൽ ജീവിച്ചിരിപ്പത്. ആരാ? മമ്മൂട്ടിയെ? രണ്ടാളുകൾ ഇതേപോലെ അത്ഭുതങ്ങൾ കാണിച്ച രണ്ടാളുകൾ ഭൂമിയിൽ ജീവിച്ചിരിപ്പത്. ആരാ ഒന്ന് പറയാവോ? ജീവിച്ചിരിപ്പുണ്ട? ഹയ്യാനി ഫിൽ അർദി ഖൽറുൻ തുമ്മ ഇല്യാസു വഫി സമാഇ കദാ ഈസാ വ ഇദ്രീസു. രണ്ട് പ്രവാചകന്മാർ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. രണ്ട് മഹാന്മാരായ പ്രവാചകന്മാർ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. രണ്ട് പ്രവാചകന്മാർ ആകാശത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട്, സംശയിക്കണ്ട. ഹയ്യാനി ഫിൽ അർദി ഖൽറുൻ തുമ്മ ഇല്യാസു വഫി സമാഇ കദാ ഈസാ വ ഇദ്രീസു. രണ്ട് മഹാന്മാരായ പ്രവാചകന്മാർ, അതിൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന രണ്ട് പ്രവാചകന്മാരാണ്. ഒന്ന് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഖളർ അലൈഹി സ്വലാത്തു വസ്സലാം, രണ്ട് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഇല്യാസ്. രണ്ട് പ്രവാചകന്മാർ. ഒന്ന് നബിയുല്ലാഹി ഖിളർ എന്ന് പറയാം, ഖളർ എന്ന് പറയാം. ഖിളർ എന്ന് പറയാം, ഖളർ എന്നും പറയാം. രണ്ടഭിപ്രായമുണ്ട്. രണ്ട് പ്രവാചകന്മാർ, രണ്ട് നബിമാർ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട്, ഉറപ്പാണ്. ഒന്ന് ഖളർ നബി, രണ്ട് ഇല്യാസ് നബി. ഇല്യാസ് നബിയുടെ വിഷയം ഇൻഷാ അല്ലാഹ് ഇതിന്റെ രണ്ടാം ഭാഗത്ത് നമുക്ക് ചർച്ച ചെയ്യാം. ഇല്യാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പല സമയത്ത് വെച്ച് കണ്ടതായി ഹദീസുകളിൽ കാണുന്നുണ്ട്. രണ്ടാമത്തെ പ്രവാചകനാണ് ബഹുമാനപ്പെട്ട ഖളർ അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഖളർ നബിക്ക് ഖിളർ എന്ന് പേര് വരാൻ കാരണം എന്താ? ഖിളർ എന്നത് ബഹുമാനപ്പെട്ട ഖളർ നബിയുടെ യഥാർത്ഥ പേരല്ല, അതൊരു ബഹുമതി പേരാണ്. എന്താ അങ്ങനെ വരാൻ കാരണം അറിയോ ആർക്കെങ്കിലും?
ഖിളർ നബിക്ക് അങ്ങനെ ഒരു പേര് കിട്ടാനുള്ള, ഖളറ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഖളറ എന്ന് പറഞ്ഞാൽ പച്ചപ്പ് എന്നാണ് അർത്ഥം. നല്ല പച്ചപ്പ് ഉണ്ടാവും. ബഹുമാനപ്പെട്ട ഖിളർ നബിക്ക് ആ പേര് കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ മഹാനവറുകൾ ഏതെങ്കിലും ഒരു മരുഭൂമിയിൽ പോയിരുന്നാൽ ബഹുമാനപ്പെട്ട ഖിളർ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഏതെങ്കിലും ഒരു വറ്റി വരണ്ടു പോയ കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോയൊരു മരുഭൂമിയിലിരുന്നാൽ മഹാനവറുകളെ പാദപതന സ്പർശനമുണ്ടാകുമ്പോ ആ സമയത്ത് തന്നെ ആ മരുഭൂമിയിൽ പച്ച പുല്ലുകൾ പൊട്ടിവിടരുമത്രേ. അവിടെ പിന്നെ ഫലഭൂയിട്ടമാകുമത്രേ. പോകുന്ന വഴികളിലെല്ലാം എവിടെയാണോ കാൽപ്പാട് പതിയുക അവിടെയെല്ലാം പച്ചപ്പ് മുളപ്പിച്ചുകൊണ്ട് നടന്നു പോകുന്ന ലോകത്ത് ജീവിച്ചിരിക്കുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഖിളർ അലൈഹിസ്സലാത്തു വസ്സലാം. ആ ഖിളർ നബിയെ തേടിയാണ് നമ്മുടെ യാത്ര. അല്ലാഹുവേ, ഞങ്ങളുടെ ഇൽമിന് നീ വിശാലത നൽകണേ അല്ലാഹുവേ, 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 ഞങ്ങളുടെ ഇൽമിന് നീ വിശാലത നൽകണേ നിന്റെ വിശുദ്ധമായ ഖുർആൻ സൂചിപ്പിച്ചൊരു മഹാത്ഭുതത്തിലേക്കാണ് ഞങ്ങൾ കടന്നു പോവുക. അത് പറയാനുള്ള അറിവില്ല റബ്ബേ, അത് പറയാനുള്ള താക്കത്തില്ല റബ്ബേ. പടച്ചവനെ, അനുമാനങ്ങളും പഠനത്തിന്റെ ബാലാരിട്ടതകളാണ് തമ്പുരാനെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്താണ് ഈ സംഭവം പറയുക. ആ പറയുന്നതിന്റെ അർത്ഥം തന്നെ ബഹുമാനപ്പെട്ട, വളരെ ചുരുക്കി ഞാൻ ഈ വിഷയത്തിന്റെ വിശദാംശങ്ങളിലോട്ട് കിടക്കുകയാ. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഖിളർ നബി ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. അത് നിഷേധിക്കാൻ കഴിയാത്ത സത്യമാണ്. ചില ആളുകൾ, പുരോഗമനവാദികൾ ഇതിനെ നിഷേധിക്കുന്നുണ്ട്. ഖിളർ നബി എങ്ങനെയാണ് ഇത്ര കാലം ജീവിച്ചിരിക്കുക? ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബ പരമ്പരയിൽ പെട്ട ആളാണ് ഖിളർ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ ഖിളർ നബി നബിയുല്ലാഹി നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം 4000 വർഷങ്ങൾക്ക് ശേഷമാണ് ഇബ്രാഹിം നബി വരിക. ആ ഇബ്രാഹിം നബിയുടെ വരവിന് ശേഷം 400 വർഷം കഴിഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ട കരീമുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം. ആ കാലഘട്ടത്തിലാണ് ഖിളർ നബി പ്രത്യക്ഷപ്പെടുന്നത്. ആ കാലമാണ് ഖിളർ നബിയുടെ കാലം. 4000 വർഷം കഴിഞ്ഞിട്ടാണ് ഇബ്രാഹിം നബി. ആ ഇബ്രാഹിം നബി കഴിഞ്ഞ് 400 വർഷം കഴിഞ്ഞിട്ടാണ് മൂസാ നബി. ആ മൂസാ നബിയുടെ കാലഘട്ടത്തിലാണ് ഖിളർ നബിയുടെ കഥ പറയുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന് പുരോഗമനവാദികൾ പറയുന്ന തെളിവെന്തെന്നറിയുമോ? അല്ലാഹു തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, وما جعلنا لبشر من قبلك الخلد أفإن مت فهم الخالدون. ഓ പ്രവാചകരെ, അങ്ങേക്ക് മുമ്പോ ശേഷമോ ഒരാൾക്ക് ഞാൻ ഈ ഭൂമിയിൽ ശാശ്വതമായ ജീവിതം നൽകിയിട്ടില്ല നബിയേ. അങ്ങനെ പറഞ്ഞാ പിന്നെ ഖിളർ നബി ലോകാവസാനം വരെ ജീവിച്ചിരിക്കുന്നത് എങ്ങനെയാ? അത് ഖുൽദിന്റെ അർത്ഥമറിയാത്തത് കൊണ്ടാണ്. ഖിളർ നബിക്ക് മരണമില്ല എന്നതിനർത്ഥമില്ല. ശ്രദ്ധിച്ച് കേൾക്കണേ സഹോദരങ്ങളെ, ഖിളർ നബിക്ക് മരണമില്ല എന്നതിനർത്ഥമില്ല. ഖിളർ നബി മരിക്കും എപ്പോഴെന്നറിയോ? ബഹുമാനപ്പെട്ട ഖിളർ നബി അലൈഹിസ്സലാത്തു വസ്സലാം ലോകാവസാനത്തിന് മുന്നോടിയായി കടന്നു വരുമ്പോ ലോകാവസാനത്തിന് മുന്നോടിയായി, ലോകാവസാനം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അത് കേൾക്കാത്ത ഒരാൾ പോലുമില്ല. അല്ലാഹുവേ, അല്ലാഹുവേ, ആ വെളിച്ചത്തെ നീ നിലനിർത്തി തരണേ തമ്പുരാനെ. ആര് പറഞ്ഞാൽ എനിക്കെന്ത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകാവസാനത്തിന് ശേഷം ഇന്നിവിടെ എത്തേണ്ട ബഹുമാനപ്പെട്ട എന്റെ സുഹൃത്ത് ഇബ്രാഹിം ഹാജി ഖത്തർ, അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സ് കൊടുക്കട്ടെ. കുടുംബത്തിൽ അല്ലാഹു ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരാളടിയുന്നില്ല ഉസ്താദേ, ശരീരം അവിടെയാണെങ്കിലും മനസ്സ് ഇവിടെയാണ്. ഫ്ലൈറ്റിന് ടിക്കറ്റ് ഇല്ല, റഷ്യാണ്. അല്ലാഹു അദ്ദേഹത്തിന് ഇവിടെ ഇരുന്ന് പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ നാട്ടില് പണ്ടാറക്കാട് ലോകാവസാനത്തിന് ശേഷം എന്ന വിഷയം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മൻസൂറിന്റെ കുന്നംകുളത്തിൽ രാമിയാശ്രസിൽ ഞാൻ നിൽക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ, ലോകാവസാനത്തിന് ശേഷം കേട്ടു, വല്ലാതെ ഭയന്നു പോയി, ഭാര്യയുമായി വീട്ടിലേക്ക് പോയി, വീടിന്റെ പോർച്ചിൽ കൊണ്ടുപോയി കാറ് നിർത്തിയിട്ട് ലോകാവസാനത്തിന് ശേഷം കേട്ടപ്പോ ലോകാവസാനം കേൾക്കണമെന്നോടോ നീ കാറ് വീടിന്റെ പോർച്ചിലിട്ടിട്ട് പാതിരാ സമയത്തൊരു ഭാര്യയും ഭർത്താവും കാറിൽ ഇരുന്നു കൊണ്ട് ലോകാവസാനം ശേഷം
ലോകാവസാനം കേട്ടത്രേ. അവസാനം അത് തീർന്നപ്പോ സുബഹിന്റെ ബാങ്ക് വിളിച്ചു അത്രേ. ഇതൊരു മാന്ത്രിക സിദ്ധിയല്ല, ഇതൊരു അത്ഭുതമല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു ആ സ്ഥാപനത്തിന് ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ആമീൻ നിന്നപ്പോ ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞതാണ്, ഇതുപോലെ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ, അഹമ്മദ് കബീറിന് രക്ഷപ്പെടാൻ, നൗഷാദ് ബാക്കവിക്ക് രക്ഷപ്പെടാൻ ഈ സർട്ടിഫിക്കറ്റ് മാത്രം മതി, നിങ്ങളുടെ മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ലോകാവസാനം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞല്ലോ ദജ്ജാല് വരും. ആ ദജ്ജാലിന്റെ മുമ്പിലാണ് ഖിളർ നബി വരിക. ആളുകളോട് ദജ്ജാൽ ചോദിക്കും അത്ര ഖിളർ നബിയെ ചൂണ്ടിക്കാണിച്ചിട്ട്, ഓ ജനങ്ങളെ, ഈ നിൽക്കുന്ന മഹാനായ മനുഷ്യനില്ലേ, ഇയാളൊരു പ്രവാചകനല്ലേ, ഇതൊരു മഹാനായ മനുഷ്യരല്ലേ, ഈ മനുഷ്യരെ ഞാൻ കൊന്നു തന്നാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ ജനങ്ങളെ? അവര് പറയുമ്പോൾ ഈ മഹാനായ ഖിളർ നബിയെ നിങ്ങൾ ഞങ്ങൾക്ക് കൊന്നു തന്നാൽ ഞങ്ങൾ വിശ്വസിക്കാമെന്ന് ജനങ്ങൾ പറയുമ്പോ ലേനത്താക്കപ്പെട്ട ദജ്ജാൽ ഖിളർ നബിയെ രണ്ടായിട്ട് വലിച്ചു കീറുമത്രേ. ലോകാവസാനത്തിൽ ഞാൻ ഈ സംഭവം പറയുന്നുണ്ട്. ഒരു മനുഷ്യനെ രണ്ടായിട്ട് വലിച്ചു കീറും, രണ്ടായിട്ട് വലിച്ചു കീറി എറിയും, രണ്ട് കഷണങ്ങളായി ഖിളർ നബിയെ നടുവേ പിളക്കപ്പെടും. ആളുകൾ അത്ഭുതത്തോടെ നിൽക്കുമ്പോ ആ ഖിളർ നബിയുടെ ശരീരം രണ്ടും കൂട്ടി വെച്ചിട്ട് ഈ ദജ്ജാൽ എഴുന്നേൽപ്പിക്കുമത്രേ. അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോ ഖിളർ നബി അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടാമത് ഖിളർ നബിയെ വലിച്ചു കീറാൻ പോകുമ്പോ ദജ്ജാലിനെ കഴിയുന്നില്ല. ആ സമയത്ത് ഖിളർ നബി പറയുമത്രേ, ദജ്ജാലേ, നീ അള്ളയാണെങ്കിൽ, നീ പടച്ചറപ്പാണെങ്കിൽ, നീ സിട്ടാറാണെങ്കിൽ എന്നെ രണ്ടാമതൊന്നുകൂടി കൊന്നുതാടാ. ആ ഖിളർ നബിയെ കൊല്ലാൻ ദജ്ജാലിന് കഴിയുകയില്ലെന്ന് ആരംഭപ്പൂവേ, ആദർശത്തിന്റെ സത്തേ, ആമിനയുടെ മുത്തേ, റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഖിളർ നബി, ആരും കാണാത്ത മഹാൻ. രണ്ടായി വലിച്ചു കീറും, ഒട്ടിക്കും. ഖിളർ നബി പറയും, ഇനി ധൈര്യം ഉണ്ടെങ്കിൽ ഒന്നുകൂടി കൊല്ലടാ. പിന്നെ ദജ്ജാലിനെ ഖിളറിനെ കൊല്ലാൻ പറ്റൂല അലൈഹി സ്വലാത്തു വസ്സലാം. ബഹുമാനപ്പെട്ട ഖിളർ, ഇപ്പൊ ഞാൻ ബാദുമത്തിട്ട് എന്റെ ജോലിക്ക് പോയി. ഇത് വല്ല മലപ്പുറത്തും പറഞ്ഞത് എന്തൊരു ആവേശമായിരുന്നത്. എന്താകലാടുകാരെ നിങ്ങൾ ആടിന്റെ അകിടുമാരിങ്ങനെ ഇരിക്കുന്നത്. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഖിളർ അലൈഹി സ്വലാത്തു വസ്സലാം കാണണോ? നിങ്ങൾ ഇരിക്കുന്ന ആളെ വാ, നിങ്ങളുടെ കണ്ണിന്റെ ഖിളർ നബിയെ നിങ്ങൾ കാണും. അല്ലാഹു തരട്ടെ. കണ്ട ആളുകൾ കേരളത്തിലുണ്ട്. ഞാൻ പറഞ്ഞുതരാം, വാ. ഇത് ചുമ്മാ വാദല്ല. ഇത് അഹമ്മദ് കബീർ കുറെ നാൾ ഉറക്കുളച്ച വാദമായിരുന്നു. കുറെ നാളായിട്ട് കുറെ അടക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ അതിന് ഇങ്ങനെയൊക്കെ പറയും, ചുമ്മാ വാദൊക്കെ നിർത്തി ഇനി ഇങ്ങനെയൊക്കെ പറയും. അള്ളാഹു നല്ല വെളിച്ചം തരട്ടെ, അള്ളാഹു നല്ല വെളിച്ചം തരട്ടെ. ഈ വെളിച്ചത്തെ നാവ് കൊണ്ട് ഊതിക്കടത്താൻ ശ്രമിക്കുന്നവർ അള്ളാഹു അവർക്ക് ഹിദായത്തിന്റെ വെളിച്ചം നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ വേണം ദുആ ചെയ്യാൻ. നമ്മൾ ആരെയും വിമർശിക്കേണ്ട, പോട്ടെ, അവർ വിളിച്ചു. അവർക്ക് അള്ളാഹു നല്ല വെളിച്ചം നൽകട്ടെ. വരും. ഇത് ഖുർആന്റെ വെളിച്ചമാണ്. ആ വെളിച്ചം എല്ലാവരുടെയും കൽബിൽ അള്ളാഹു ഇറക്കി കൊടുക്കും. ഇത് കാട്ടാളനായ ഉമറിന്റെ കൽബിൽ വെളിച്ചം കൊടുത്ത ഖുർആനാണ്. അതേത് കാട്ടാളന്റെ ഹൃദയത്തിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ഖിളർ നബി മരിക്കും. അതുകൊണ്ട് പല ആളുകൾ ഇന്ന് ഇറങ്ങിയാൽ നിങ്ങളോട് ചില ആളുകളോട്, ഒരു മനുഷ്യൻ ഇനി ലോകാവസാനം വരെ ഒരാൾക്ക് ആയുസ് കിട്ടാനോ, ഒരാൾക്ക് അള്ളാഹു ലോകാവസാനം വരെ ഒരു മനുഷ്യനെ നിലനിർത്തണമെന്ന് തീരുമാനിച്ചാൽ റബ്ബിന് അത് കഴിയൂലേ? അയാൾ മരിക്കണ്ടെന്ന് റബ്ബ് തീരുമാനിച്ച കഴിയൂലേ? ഇത് കഴിയും. എന്താ കഴിയൂലേ? റബ്ബിന് കഴിയാത്ത എന്താ ഉള്ളത്? ബഹുമാനപ്പെട്ട ഖിളർ നബിക്ക് തൂരുൽ ഉംറാണ്, ദീർഘായുസാണ്, അല്ലാതെ മരിക്കില്ല എന്ന അർത്ഥമില്ല. ഖിളർ നബി മരിക്കും, ദീർഘായുസാണ്. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഖിളർ നബി ഇങ്ങനെ ദീർഘായുസ് കിട്ടാൻ കാരണം എന്താ? ഇത്രയും ദീർഘായുസ് കിട്ടാൻ ഖിളർ നബി ഒരു മരുന്ന് കുടിച്ചിട്ടുണ്ട്. ആ മരുന്ന് ഡോക്ടർ അബ്ദുൽ റസാഖിൻ എന്ന് പറഞ്ഞു. ഇവിടെ നാളെ വന്ന് ഞാൻ പറഞ്ഞുതരാം. ഖുർആന്റെ മരുന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഖിളർ നബിയെ ഖുർആൻ ചർച്ച ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്ത് നമുക്കൊരു യാത്ര പോകാം. പക്ഷെ അതുകൊണ്ടോ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഒരു യാത്ര ഉണ്ടോ? ഒരു യാത്ര പോകാം. ഇത് യാത്രയ്ക്ക് ഒരു തടസ്സമില്ല. ശ്രദ്ധിച്ച് കേൾക്കണേ. പെണ്ണുങ്ങൾ നന്നായിട്ട് കേൾക്ക്, നന്നായിട്ട് കരയിക്കണം. അതൊക്കെ ഉസ്താദ് വന്നിട്ട് ഇത് കരളാണ് ഫാത്തിമയത്. എന്നോട് മുറസിലാർ വെച്ച് നിങ്ങളുടെ വിഷയം ഞാൻ പിന്നെ കൽബാണ് ആയിഷ. അന്ന് വെച്ചില്ലെങ്കിൽ എന്ത് കുറവില്ലാരും പോയാൽ എനിക്ക് ആ വിഷയം തന്നില്ല. നൗഷാദ് ബാക്കവി ഏതാന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കരളാണ് ഫാത്തിമ. ഉസ്താദിന്റെ വിഷയം ഞാൻ പറഞ്ഞു കൽബാണ് ആയിഷ. ഞാൻ പറയാം, എവിടെയും അതിന് വരുമ്പോ പറയാം. പറയും ഞാൻ കൽബാണ്.
അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ബഹുമാനപ്പെട്ട കരീമുല്ലാഹി മൂസ, കരീമുല്ലാഹി മൂസ, കരീമുല്ലാഹി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ദിവസം ബനൂ ഇസ്രായേലിനോട് വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുകയാ. ആ വഅദിന്റെ അപാരമായ വിജ്ഞാനം കേട്ട് മുഴുവൻ ആളുകളും പൊട്ടിക്കരഞ്ഞു പോയി. അത് കേട്ട സർവരും ബഹുമാനപ്പെട്ട കരീമുല്ലാഹി മൂസാ നബിയുടെ വല്ലാത്ത പ്രഭാഷണം കേട്ട് പൊട്ടിക്കരയുമ്പോ ആ സമയത്ത് സദസ്സിൽ നിന്നൊരു കുറെ ആളുകൾ ചോദിച്ചു, പത്ര കരീമുല്ലാഹി മൂസാ, നിങ്ങളെക്കാൾ അറിവുള്ള ആരെങ്കിലും ഈ ഭൂമിയിലുള്ള മൂസ? ഈ ഭൂമിയിൽ നിങ്ങളെക്കാൾ അറിവുള്ള ആരെങ്കിലും ഉണ്ടോ മൂസ? ബഹുമാനപ്പെട്ട മൂസാ നബിയോട് ബനൂ ഇസ്രായേൽ ചോദിച്ചപ്പോ ആ സമയത്ത് മൂസാ നബി പെട്ടെന്ന് പറഞ്ഞു, പത്ര ഇല്ല ഇല്ല, എന്നേക്കാൾ അറിവുള്ള ഒരാൾ ഇവിടെ ഇല്ല. ഇത് കേൾക്കേണ്ട താമസം ജിബ്രീൽ വന്നു അലൈഹിസ്സലാത്തു വസ്സലാം. ഓ മൂസാ നബിയേ, മൂസാ നബിയേ, നിങ്ങളാ പറഞ്ഞത് തെറ്റാണ് മൂസാ നബിയേ. ഈ ഭൂമിയിൽ നിങ്ങളെക്കാൾ അറിവുള്ള ആളുകൾ ജീവിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ എന്റെ ഒരു അടിമ ജീവിച്ചിരിക്കുന്നുണ്ട്. അടിമയുടെ അടുക്കലേക്ക് പോവുക മൂസ. എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. പക്ഷേ ഖുർആന്റെ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാ. അറിയാത്ത ജ്ഞാനത്തിലൂടെ, അറിയാത്ത വരികളിലൂടെ, അത്ഭുതത്തിന്റെ സംഭവത്തിലൂടെ, ത്രസിപ്പിക്കുന്ന ജീവിതത്തിലൂടെ ഇതൊരു യാത്രയുടെ കഥയാണിത്. ബഹുമാനപ്പെട്ട കരീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ശിഷ്യനായ ബന്ധുവായ യൂഷ ഇബ്നു നൂനിനെയും കൂട്ടി ഈ മഹാനായ മനുഷ്യന്റെ അടുക്കലേക്ക് പോവുകയാ. മൂസയേക്കാൾ അറിവുള്ള ഉലുൽ അസ്മിൽപ്പെട്ട അഞ്ചാമത്തെ പ്രവാചകനാ കരീമുല്ലാഹി മൂസ. തന്നേക്കാൾ അറിവുള്ള മഹാനാരെന്നറിയാൻ മൂസാ നബി യാത്ര ചെയ്യുകയാ. ജിബ്രീലിനോട് ചോദിച്ചു, ജിബ്രീലേ, ആ മഹാനെ എങ്ങനെയാണ് ഞാൻ കണ്ടുമുട്ടുക? എവിടെ വെച്ചാണ് ഞാൻ അദ്ദേഹത്തെ കാണുക? ജിബ്രീൽ പറഞ്ഞു കൊടുത്തു അലൈഹിസ്സലാത്തു വസ്സലാം, നിങ്ങൾ കടിക്കാൻ വേണ്ടി ഒരു മീനിനെ പിടിച്ച് ആ മീനിനെ പാചകം ചെയ്ത് കുട്ടയിലാക്കുക, എന്നിട്ട് കടൽ തീരത്തുകൂടി നടക്കുക. മക്കളെ, ഈ കടൽ തീരത്ത് താമസിക്കുന്ന നിങ്ങളോടാണ് ഞാനിത് പറയുന്നത്. ഇത് കടലുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ടാണ് അകരാട് തന്നെ അത് പറയാൻ കാരണം. കടൽ തീരത്തിലൂടെ നടക്കും മൂസ. എവിടെ വെച്ചാണോ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന മീൻ നഷ്ടപ്പെടുക, അവിടെ വെച്ച് നിങ്ങൾ ആ മഹാനെ തേടുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചുരുക്കി പറയാം, മൂസാ നബി യൂഷൈബിന് നൂനും കൂടി രണ്ടുപേരും കൂടി യൂഷയിന്റെ കയ്യിൽ, ഭൃത്യനായ യൂഷയിന്റെ കയ്യിൽ പൊരിച്ച മീനിരിക്കുന്നുണ്ട്. രണ്ടുപേരും കൂടി നടന്നു, കടൽ തീരത്തു കൂടി നടന്നു. കുറെ നടന്നു കഴിയുമ്പോ ഇനി ഖുർആൻ തന്നെ പറയട്ടെ, ഫലമ്മാ ബലഗാ മജ്മഅൽ ബഹറൈനി ഔ അംളിയ ഹുഖബാ, രണ്ട് കടലുകൾ തമ്മിൽ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തെത്തിയപ്പോ മൂസാ നബി യൂഷയിനോട് പറഞ്ഞു, അത്ര യൂഷേ, കടിക്കാനുള്ള ഭക്ഷണം എടുക്കൂ യൂഷേ, ആ ഭക്ഷണവും പൊരിച്ച മീനും എടുക്കൂ യൂഷേ. യൂഷ അലൈഹിസ്സലാത്തു വസ്സലാം കടിക്കാനുള്ള ഭക്ഷണം നോക്കിയപ്പോ ആ സമയത്താണ് കൂടെ തുറന്നു നോക്കുമ്പോ ഖുർആൻ പറയുന്നത് കേൾക്കുക, ഖാല അറഅയ്ത ഇദ അവൈനാ ഇല സഖറതി ഫഇന്നി നസീതുൽ ഹൂദ് വമാ أنسانيه إلا الشيطان أن أذكره فاتخذ سبيله في البحر عجبا. കൂടെ തുറന്നപ്പോൾ മീൻ കാണുന്നില്ല. മീൻ എവിടെയോ കളഞ്ഞു പോയി. മീൻ പോയി മൂസ, മീന് നഷ്ടപ്പെട്ടു പോയി മൂസ. രസകരമായ കഥയാണ്. മൂസാ നബി വിഷമവൃത്തത്തിലായി. എവിടെ വെച്ച് മീൻ നഷ്ടപ്പെടുന്നുവോ അവിടെയാണ് ഏറ്റവും വിവരമുള്ള മഹാനെ തിരയേണ്ടത്. മീൻ നഷ്ടപ്പെട്ടത് അറിഞ്ഞിട്ടില്ല. ഇനി എന്താണ് ചെയ്യുക? ആ സമയത്താണ് അല്ലാഹു പറഞ്ഞത്, മൂസ ഫർതത്താ അലാ ആസാരിഹിമാ ഖസസാ. കടൽത്തീരത്തൂടി നടന്നു വരുമ്പോ നിങ്ങളുടെ കാൽപ്പാടം അതിൽ പതിഞ്ഞിട്ടില്ലേ? ആ കാൽപ്പാടം നോക്കിയിട്ട് പുറകോട്ട് നടക്കും മൂസ. പുറകോട്ട് നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്ന് നഷ്ടപ്പെട്ട മീനിനെ കണ്ടെത്തി. ആ മീനിനെ കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് ശ്രദ്ധിച്ച് കേൾക്കണം, നാളെ ഇത് പരാമർശ വിധേയമാണ്.
നാളെ ഈ കഥയുടെ രഹസ്യങ്ങൾ അടിക്കുമ്പോ റബ്ബേ തൗഫീഖ് നൽകണേ അല്ലാ. ഈ കഥ വീണ്ടും നാളെ റിവൈൻഡ് ചെയ്തു വരണം. ഇതൊരു വല്ലാത്ത വിഷയമാണ്. അവിടെ പോകുമ്പോഴാണ് മൂസാ നബി കാണുന്നത് കടലിന്റെ ഭാഗത്ത്, കടലിന്റെ ഉള്ളിലൂടെ ഒരു വഴി. മീൻ നഷ്ടപ്പെട്ടെടുത്തത് മഹാനായ ആരും കാണാത്ത മഹാനെ അന്വേഷിച്ചു നോക്കുമ്പോൾ കടലിന്റെ നടുവിലൂടെ ഒരു വഴി. ആ വഴിയിലൂടെ മൂസാ നബി ഇറങ്ങി കടലിന്റെ മധ്യഭാഗത്തെത്തുമ്പോ അവിടെ ഒരു ചെറിയ ദ്വീപ്. ആ ദ്വീപിന്റെ ഉള്ളിൽ ചെല്ലുമ്പോ അതാ തേജസ്സാർന്ന മുഖമായി ചന്ദ്രനേക്കാൾ സൗന്ദര്യമുള്ള മുഖവുമായി ആ സ്ഥലത്തിരിക്കുകയാണ്. എവിടെയാണ്? ശ്രദ്ധിച്ചു കേൾക്കണേ. കടലിന്റെ ഉള്ളിലൂടെ ഒരു വഴി. ആ വഴി നടന്നാൽ കടലിന്റെ ഉള്ളിൽ ഒരു ദ്വീപ്. ആ ദ്വീപിന്റെ ഉള്ളിൽ തേജസ്സാർന്ന മുഖമായി ചന്ദ്രകമലം പോലെ, ചന്ദ്രവദന തിങ്കൽക്കല പോലെ പ്രശോഭിക്കുന്ന സുന്ദരനായ ഒരു മനുഷ്യൻ ഇരിക്കുകയാണ്. ആ മനുഷ്യനാണ് ഖുർആൻ പറയട്ടെ, عبدا من عبادنا آتيناه رحمة من عندنا وعلمناه من لدنا علما. എന്റെ അനുഗ്രഹം ഞാൻ ധാരാളം കൊടുത്ത, എന്റെ ഏറ്റവും വലിയ അനുഗ്രഹം കൊടുത്ത മഹാനായ മനുഷ്യനിരിക്കുകയാണ്. ആ മനുഷ്യനാണ് ബഹുമാനപ്പെട്ട ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം. ഖദർ നബിയെ കണ്ടത് എവിടെയാ? പാറ ഉറങ്ങരുത് ഇവിടെ ഇരുന്നിട്ട്. ഇത് ചുമ്മാ വിഷയമല്ല. നാളെ ഇത് റിവൈൻഡ് ചെയ്യണം. ഈ കഥ ഓർമ്മയിരിക്കണം. 3 കഥയുണ്ട്, ഓർമ്മയിലിരിക്കണം. നാളെ ഇത് റിവൈൻഡ് ചെയ്യണം. ഖദർ നബിയെ ഇപ്പോഴും ഖദർ നബി ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട്. ഇൻഷാ അല്ലാഹ് എവിടെയാണ് നാളെ നമുക്ക് ചർച്ച ചെയ്യാം. ഖദർ നബിയെ കണ്ടത് കടലിന്റെ അടുത്ത് പോയി, കടലിന്റെ അകത്തൂടെ ഒരു വഴി. ആ വഴിയിൽ കൂടെ ഇറങ്ങിപ്പോയപ്പോ കടലിന്റെ നടുവില് എന്തിട്ട് മനുഷ്യന്മാർ സഹായിക്കുന്ന മനുഷ്യന്മാർ. കടലിന്റെ ഉള്ളില് ഒരു ദ്വീപ്. ആ ദ്വീപിന്റെ കടലിന്റെ നടുക്കൊരു ദ്വീപില് നാളെ ഇൻഷാ അല്ലാഹ് ഇത് നമ്മുടെ വിഷയം. കടലിന്റെ നടുക്കുണ്ടോ ഇല്ല നമുക്ക് നോക്കാം. കടലിന്റെ നടുക്ക് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളി. ലോകത്തുള്ള മുഴുവൻ മഹാന്മാരും ജീവിച്ചത് കടപ്പുറത്താണ്. ലോകത്തുള്ള ഏത് മനുഷ്യനും, മഹാന്മാരായ മനുഷ്യന്മാരും മുഴുവനും ജനിച്ചതും ജീവിച്ചതും കടപ്പുറത്താണ്. എന്റെ പൊന്നുമോനെ, ലോകത്തിലെ മഹാനായ മനുഷ്യന്റെ ഖബറാണ് അലക്സാണ്ടറിയിലെ കടൽപ്പുറത്താണ്. ബഹുമാനപ്പെട്ട അബൂ സഈദുൽ ബുസ്രി ആമിനത കുർജി അറാനിം ബിദി സലമി മസദ് തദമൻ ജറാ മിൻ മുകരതിൻ ബിദമി മൗലായ സല്ലി വസൽ. കടലിലാണ് ഏറ്റവും ഹലാലായ ഭക്ഷണം കിട്ടുന്നത്. അപ്പൊ കടൽപ്പുറത്ത് ജീവിക്കാൻ പറ്റിയ നിങ്ങൾ മഹാന്മാരാവേണ്ടതാണ്. പക്ഷെ നിങ്ങളോട്ടായില്ല. ചിന്തിക്ക്, ഇത് കൽബിലോട്ട് ഇറക്ക്. അപ്പൊ ഏറ്റവും കൂടുതൽ മഹാന്മാരാവാൻ സാധ്യതകൾ എനിക്കല്ല, ഞാൻ കൊല്ലത്താണ്. ആർക്കാണ്? കാരണം ഏറ്റവും ഹലാലായ ഭക്ഷണം കിട്ടുന്ന എവിടെയാണ്? ഏറ്റവും ഹലാലായ ഭക്ഷണം കിട്ടുന്നത് മീൻ. ഒരു മായവും ഇല്ല. ഇറച്ചി, പോത്തെന്ന് പറഞ്ഞാൽ സാധനം എരുമയാണ്. ഇനി എരുമയുടെ താഴെ അമ്മിക്കല്ല് കെട്ടി തൂക്കിയിട്ടെങ്കിൽ ഇത് പോത്താന്ന് പറയും. എരുമയുടെ വയറ്റില് അമ്മിക്കല്ലിൽ അരക്കണം, അമ്മിക്കല്ല് അത് കെട്ടി തൂക്കിയിട്ടാ പോത്താന്ന് പറയും. മനസ്സിലായില്ല? ചൂപ തെളിയിച്ചിട്ട് പാടുള്ളൂ. എന്റെ പ്രിയപ്പെട്ട മോനെ, ഏറ്റവും ഹലാലായ ഭക്ഷണം മീനാണ്. അപ്പൊ അതുകൊണ്ട് കടപ്പുറത്ത് വല വിരിച്ചാൽ മീൻ നന്നായിട്ട് കിട്ടണം. അല്ലാഹു നൽകട്ടെ. എന്താ ജീവ? ഇപ്പൊ പിന്നെ വലയിലും മീൻ മേടിക്കണില്ല, മീൻ കയറണില്ല ഉസ്താദെ. ഇപ്പൊ കടപ്പുറത്ത് ഒരു ബറക്കത്തില്ല. മീനൊക്കെ എന്ത് ചെയ്ത് 20 മുജീബിനോട് 20 ദിവസമായിട്ട് ഒന്നും കയറണില്ല. മീനൊക്കെ എങ്ങോട്ട് പോയി? എങ്ങോട്ട് പോയി? അങ്ങോട്ട് നോക്ക്. ഞാൻ പറയണ വെറുതെ നിങ്ങളൊക്കെ. മീനൊക്കെ എങ്ങോട്ട് പോയി? കടപ്പുറത്തുകാരെ. ഹലാലായ ഭക്ഷണം, അള്ളാഹുടെ അനുഗ്രഹം കടലിന്റെ അകത്തോട്ട് പിൻവലിഞ്ഞു. കാരണം എന്താ? നീ ആ കടപ്പുറത്ത് വാറ്റുകാരായ വേണ്ട.
ഉണ്ടാക്കി. ആ കടപ്പുറ നീ ചീട്ട് കളിക്കാൻ ഉപയോഗിച്ചു. മഹാന്മാരുടെ പാദപതന സ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ കടപ്പുറത്ത് വൈകുന്നേരമായപ്പോ കഞ്ചാവ് കുടിച്ച് ചീട്ട് കുളിച്ച് ആവാസത്തിന് വേണ്ടി ചെലവാക്കിയപ്പോ എന്റെ മഹാന്മാരായ ആലിമീങ്ങൾ താമസിച്ച സ്ഥലത്ത് എടാ ചമ്മാടി നീ ആവാസം നടത്തുന്നോ എന്നാ എന്റെ അനുഗ്രഹത്തെ ഞാൻ പിൻവലിക്കുകയാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ കടപ്പുറത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്യുന്ന ആളാണ് ഞാൻ. നിങ്ങൾക്ക് എന്നോട് വിരോധം തോന്നരുത് സഹോദരങ്ങളെ. മീൻ മുഴുവനും ഇറങ്ങിപ്പോയി. കാരണം എന്താ? അത് ചാകര വരാത്തത് കൊണ്ടല്ല, അത് അമാവാസി വരാത്തത് കൊണ്ടല്ല. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നിന്റെ കയ്യിലിരിപ്പ് മോശമായത് കൊണ്ടാണ്. എന്തേ കടപ്പുറത്തുകാരെ മഹാന്മാരുടെ ജീവിതം അനുഭവിച്ച നാട്ടില് എന്തേ നിങ്ങൾക്ക് മഹത്തുക്കളാകാൻ കഴിയുന്നില്ല? മഹാനാവണോ? ഹലാലായ ഭക്ഷണം കഴിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിനത് തയ്യിബാതി വഅമലൂ സാലിഹാ ഇന്നി ബിമാ തഅമലൂന ബസീർ. നിങ്ങൾ നല്ലത് ഭക്ഷിക്കണേ, നല്ല കാര്യം ചെയ്യണേ, എന്നാലേ നിങ്ങൾ നല്ലവരാകൂ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മൾ ആ കൂട്ടത്തിലാക്കട്ടെ. നല്ലവര് ജീവിച്ച കടപ്പുറത്ത് നമ്മൾ ബീച്ച് ഫെസ്റ്റിവൽ നടത്തി, ആഭാസവും നടത്തി, നമ്മൾ അവിടെ ഹറാമുകൾ വെച്ചു. അനുഗ്രഹം തന്നെ. എന്നെ തുറച്ചു നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഇത് പറയും. ഇനിയിപ്പോ ജീവൻ ഇഷ്ടപ്പെട്ടാലും ശരി, വേറെ ഇഷ്ടപ്പെട്ടാലും ശരി, എനിക്ക് പറയുന്ന കാര്യത്തിൽ ആരെയും ഞാൻ പരിഗണിക്കൂല. അത് ഞാനാണ് ഏറ്റവും. അള്ളാഹു നന്നാക്കാൻ തൗഫീക്ക് നൽകട്ടെ. അനുഗ്രഹം മൂടിക്കേറി വരും. പടച്ചറപ്പിനെ അള്ളാനെ പണിയരുത്, അള്ള തിരിച്ചു കളയിച്ചു. മക്കറു മക്കറ മക്കർന മക്കറ വഹുല്ലാഷ്കുറു. ഖുർആൻ മക്കറു മക്കറ, അവരെന്നെ പണിഞ്ഞു. ഖുർആൻ അള്ള പറയാ മക്കറു മക്കറ, അവൻ എന്നെ പണിഞ്ഞു. മക്കർന മക്കറ, ഞാൻ അവരൊരു പണി തിരിച്ചു കൊടുത്തു. വഹുല്ലാഷ്കുറൂൻ, പക്ഷെ എന്റെ പണി അവനോട്ട് അറിഞ്ഞു കണ്ടില്ല. ഖുർആൻ ഞാൻ പണിത് തൊട്ട് അവന് മനസ്സിലായില്ല. പോട്ടൻ, പച്ചപ്പൊട്ടൻ. അവന് മനസ്സിലായില്ല. അവൻ പച്ചപ്പൊട്ടനായി മാറി. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖിദർ നബിയെ കണ്ടത് കടലിന്റെ ദ്വീപിലാണ്. ഓർമ്മ വെച്ചോണേ, എന്നിട്ട് നാളെ മറക്കാതെ വരണേ. ബാക്കിയാൻ പറയാം. ബഹുമാനപ്പെട്ട മൂസാ നബി ഖിദർ നബിയുടെ അടുക്കൽ ചെന്നിരുന്നു. എന്നിട്ട് ചോദിച്ചു, മഹാനവറുകളെ, ഖുർആൻ സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗം, قال له موسى هل اتبعك على ان تعلمني مما علمت رشدا. കുറെ അറിവ് പഠിക്കാൻ, അത്ഭുതങ്ങൾ പഠിക്കാൻ, കുറെ സന്മാർഗം പഠിക്കാൻ നിങ്ങളുടെ പുറകെ ഞാൻ കൂടിക്കൊള്ളട്ടെ മഹാനവറുകളെ. ആ സമയത്ത് ഖിദർ നബി പറഞ്ഞു, മൂസ, ഞാൻ ചെയ്യുന്നതൊന്നും നിനക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഖാല ഇന്നക ലൻ തസ്തതിയ മഇയ സബ്റാ. എന്റെ പുറകെ നടന്നാൽ നിനക്ക് സഹിക്കാൻ കഴിയാത്ത പലതുമുണ്ടാകും മൂസ. ഇല്ല മഹാനവറുകളെ, എന്ത് വന്നാലും ഞാൻ ക്ഷമിച്ചോളാം മഹാനവറുകളെ. ഖിദർ നബി പറഞ്ഞു, ഇനി രസമാണ്, ഇനി ഭയങ്കര രസമാണ്. നിങ്ങൾ ഉറങ്ങാണോ? ഇനി ഭയങ്കര രസമാണ്. ഇത് ഖുർആനാണ്, ഇനി ഭയങ്കര രസമാണ്. ഖിദർ നബി ചോദിച്ചു, മൂസ, നീ പഠിക്കാനൊക്കെ എന്റെ പുറകെ വന്നോ? ഞാൻ പലതും ചെയ്യും, നിനക്കത് സഹിക്കാൻ പറ്റൂല. അപ്പൊ മൂസാ നബി പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നുമില്ല, എന്തുണ്ടായാലും ഞാൻ സഹിച്ചോളാം. അപ്പൊ അടുത്ത ചോദ്യം, ഖുർആൻ അടുത്ത ചോദ്യം, وكيف تصبر على ما لم تحط به خبرا. മൂസ, അഡ്വാൻസ് ആയിട്ട് സഹിക്കാമോ? ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താന്ന് നിനക്കറിയില്ലല്ലോ മൂസ. പിന്നെ എങ്ങനെയാ അറിയാതെ ഞാൻ ചെയ്യുന്നത് എന്താന്നറിയാത്ത നീ എങ്ങനെയാണ് സഹിച്ചോളാന്ന് പറയുന്നത് മൂസ? ഞാൻ ചെയ്യാൻ പോകുന്നത് നിനക്കറിയില്ലല്ലോ, പിന്നെ അങ്ങനെ ഇപ്പഴേ ക്ഷമിക്കാന്ന് പറയണ? ഓ, ഈ മനുഷ്യൻ തൊട്ട് മനുഷ്യനല്ലാഹു ക്ഷമിക്കാണ്. ഞാൻ ചെയ്യാൻ പോണെന്താ നിനക്കറിയില്ലല്ലോ മൂസ, പിന്നെ നീ അങ്ങനെ ക്ഷമിക്കാന്ന് പറയാ? ഇല്ല, ഞാൻ ക്ഷമിച്ചോളാം. അപ്പൊ മൂസാ നബി എന്ത് പറഞ്ഞു? قال ستجدني إن شاء الله صابرا ولا أعصي لك أمرا.
ഇൻഷാ അല്ലാഹ് ഞാൻ ക്ഷമിച്ചോളാം മഹാനവറുകളെ, ഞാനൊരു തെറ്റും വിപരീതവും ചെയ്യില്ല. ആ സമയത്ത് പറഞ്ഞു, മൂസ എന്റെ കൂടെ നീ കൂടിക്കൊള്ളുക, പക്ഷേ ഞാൻ എന്ത് ചെയ്താലും നീ എന്നെ ചോദ്യം ചെയ്യാൻ പാടില്ല മൂസ. നീ എന്റെ കൂടെ നടന്നു, പക്ഷെ ഞാൻ പലതും ചെയ്യും, നീ ചോദ്യം ചെയ്യാൻ പാടില്ല. കരാർ ഉറപ്പിച്ചു. മൂസാ നബി അള്ളാണ്, നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ ചോദിക്കാൻ പറ്റുന്നില്ല, ഞാൻ നിങ്ങളുടെ പുറകെ അൽബ് പഠിക്കാൻ വേണ്ടി വരും. രണ്ടുപേരും കൂടെ യാത്ര പോയി. രണ്ടുപേരും കൂടെ പോകാൻ ഒരു യാത്ര ഉണ്ടോ? തയ്യാറുള്ളവരൊക്കെ കൈവെക്ക്, യാത്ര വരാനുള്ളവര് നോക്കട്ടെ, കൈയുള്ളവരൊക്കെ പൊക്ക്. ഒരു യാത്ര പോവുക, കുറെ വിജ്ഞാനം പഠിപ്പിച്ചാൽ കുറെ വിജ്ഞാനം താത്തിയെടുത്ത്. അപ്പൊ ഇനി സലാത്ത് ചൊല്ലാതെ ഇവിടെ നിന്ന് എഴുന്നേക്കരുത്. എഴുന്നേക്കോ? എഴുന്നേക്കോ? അവര് രണ്ടുപേരും കൂടി ആ ദ്വീപിൽ നിൽക്കുകയാണ്. ആ സമയത്ത് യാത്ര ചെയ്യാൻ വേണ്ടി അതുവഴി പല കപ്പലുകളും പോയി. ബഹുമാനപ്പെട്ട ഖിദർ നബി തന്റെ തുണി ഉരിയിട്ട് കപ്പലുകാരെ ഇങ്ങനെ വട്ടം കറക്കി ആംഗ്യം കാണിച്ചു. ഒരു കപ്പൽ നിർത്തിയില്ല. ആ സമയത്താണ് കടലിലൂടെ ഒരു കപ്പൽ കാണുന്നത്. തന്റെ തുണി ഉരിയിട്ട് വീശി കാണിച്ച ഖിദർ നബി ആ സമയത്ത് ആ കപ്പൽ അവരുടെ അടുക്കലേക്ക് വന്നു. ആ കപ്പലിലേക്ക് രണ്ടുപേരും വരുമ്പോ കപ്പിത്താനാണ് നോക്കുന്നത്. അല്ലാഹുവേ, ഇതാരാണിത്? തുണി വീശി കാണിച്ചിട്ട് കപ്പൽ കരക്കെടുത്തപ്പോ ആരാണിത്? മഹാനായ ഖിദർ അല്ലയോ? അവര് രണ്ടുപേരെ ഖിദർ നബി മൂസാ നബിയും ആ കപ്പലിലേക്ക് കയറി. നടുക്കടലിലൂടെ കപ്പൽ മുന്നോട്ട് പോവുകയാണ്. രണ്ടുപേരെയും ഫ്രീ ആയിട്ട് കപ്പലിൽ കയറ്റി. മഹാന്മാരല്ലേ, മഹാന്മാരല്ലേ? ആ മഹാന്മാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചില്ല. മജ്ജാന ഫ്രീ ആയിട്ട് അവരെ കപ്പലിലോട്ട് കയറ്റി. ആ കപ്പലാണെങ്കിലോ പുതിയ കപ്പലാണ്. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഓട്ടം ഓടുന്ന കപ്പലാണ്. ആദ്യം ഓടുകയാണ് കപ്പല്. ആ കപ്പൽ ഇങ്ങനെ പോകുമ്പോ തുണി വീശി കാണിച്ചു. അപ്പോഴേ കടലിലുള്ളവര് പറഞ്ഞു, ഒരു ദ്വീപിൽ നിന്നിട്ട് ആരെങ്കിലും ഒക്കെ വീശി കാണിക്കുന്നെങ്കിൽ നിർത്തണ്ട, അത് കൊള്ളക്കാരായിരിക്കും. കപ്പിത്താൻ വേണ്ടി ഒരാളെ സഹായത്തിന് വിളിക്കുന്നില്ലേ, പോയി കപ്പലടിപ്പിച്ചു. നോക്കിയപ്പോ മഹാനായ ഖിദർ നബിയാണ്, ഒന്ന് മൂസാ നബിയാണ്. രണ്ടുപേരെ ഉദ്ഘാടനം കഴിഞ്ഞ് പോണ കപ്പലാണ്. അതിനകത്ത് കയറ്റി. നിങ്ങൾ അറിയാത്ത കുറെ കഥ ഞാൻ പറഞ്ഞുതരാം. ഉദ്ഘാടനം കഴിഞ്ഞ് പോണ ആദ്യത്തെ ഫസ്റ്റ് കന്നി ഓട്ടമാണ്. കപ്പിത്താൻ എന്ത് ചെയ്തു? ഡ്രൈവറ് രണ്ടുപേരെ ഫ്രീ ആയിട്ട് കയറ്റിയിരുത്തി. കാരണം എന്താ? മഹാന്മാരെ കയറ്റിയിരുത്തണം. അപ്പൊ മോനെ, ആദ്യം നീ ഒരു വണ്ടി എടുത്താൽ ആദ്യം ആരെ കയറ്റണം? കാവ്യ മാധവനല്ല. അതത്ര മുബാറക്കായ സ്ഥലമൊന്നും അല്ല. ആദ്യം ഒരു വണ്ടി എടുത്താൽ കൊടുത്തിട്ട് വാദ്യം ഓദിക്കണം. അവനെ കൊണ്ടൊരു പുണ്യം. ഖുർആനാണ് കുട്ടി പറഞ്ഞു തരുന്നത്. ഖുർആൻ അഹമ്മദ് കബീറിന്റെ വകയല്ല. ആദ്യം ഒരു വാഹനം എടുത്താൽ പള്ളിയിലെ കാളിയാല് അല്ലെങ്കിൽ ഒരു നല്ല മുഅദ്ദിൻ കൊണ്ടുപോയി താക്കോല് കൊടുത്ത് ഉസ്താദെ ഒന്ന് കേറി, നമുക്ക് നേരെ മമ്പുറത്തൊന്ന് പോവാം. ഇത് ഖുർആന്റേതാണ്. ഇത് എന്ന് നീ കളഞ്ഞു അങ്ങ് നിനക്ക് ബർക്കത്ത് ഇഷ്ടപ്പെട്ടു. നിന്റെ കട ഉദ്ഘാടനം ചെയ്യാൻ നീ ആരെ കൊണ്ടുവന്നു? ആരെ കൊണ്ടുവന്നു? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ട മോനെ, അള്ളാഹു നിനക്ക് പണം നിന്ന് ഗൾഫിൽ കിടന്ന് പണമുണ്ടാക്കി. ആ പണം കൊണ്ടുവന്ന അവസാനം നാട്ടിൽ കൊണ്ടുവന്നൊരു സ്ഥാപനമുണ്ടാക്കി. പടച്ചിറപ്പ് തന്ന ഖജനാവല്ലയോ, അവൻ തന്ന അനുഗ്രഹമല്ലയോ? നീ ഒരു സ്ഥാപനം തുടങ്ങാൻ പോവുകയാണ്. ആ സമയത്തൊരു കാറിയാറ് വിളിച്ചിട്ട് ഒരാഹില് വൈദ്യര് വിളിച്ചിട്ട് നീ ഉദ്ഘാടനം ചെയ്തില്ല. നീ ആരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്തു? ഒരു ദിവസം 10 വണ്ട കൂടെ കിടന്നുറങ്ങുന്ന അരക്ക് കീപ്പോട്ട് തുണിയില്ലാത്ത സിനിമാ താരത്തെ കൊണ്ടുവന്ന് കട ഉദ്ഘാടനം ചെയ്യുന്നവരെ എന്നെ ആര് കല്ലെറിഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. വല്ലാഹി പടച്ചതമ്പുരാനെ തന്നെയാണ് സത്യം. ഇന്ന് നമ്മുടെ നാട്ടിലെ മുസ്ലിം കച്ചവടക്കാർക്കുണ്ടായ ഏറ്റവും വലിയ അപജയമേടാ. അവര് പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ട് കട ഉദ്ഘാടനം ചെയ്തു. മോനെ 6 കോടി കൊടുത്തിട്ടാണ് ഇമ്മാനുവൽ സിസ് കൊണ്ടുവന്ന് ഷാറൂഖ് ഖാനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത്. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 6 മാസം തികയുന്നതിന് മുമ്പ് പൂട്ടിക്കെട്ടി. 6 മാസം പൂട്ടിക്കെട്ടി. എടാ എന്താ കരുതിയത്?
അള്ളാഹു നിങ്ങളെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ആരെങ്കിലും ചെയ്തു പോയാൽ അവിടെ നിന്ന് പിന്നീട് ഇവിടെ വെച്ച് തൗബ ചെയ്യണം. ആരെന്നോട് പിണങ്ങിയാൽ എനിക്ക് പ്രശ്നമില്ല, കച്ചവടക്കാർ പിണങ്ങിയാലും എനിക്ക് നിങ്ങളുടെ കഞ്ഞി വിട്ട് വേണ്ടതാനും ഞാനത് നോക്കിയിട്ടല്ല ജീവിക്കുന്നത്. ഇത് പടച്ചറപ്പിന്റെ കാര്യമാണ്, എനിക്ക് പറഞ്ഞേ മതിയാവൂ. അതിലെനിക്ക് സ്നേഹബന്ധം തടസ്സമല്ല. സ്നേഹബന്ധമുണ്ടെങ്കിൽ നിങ്ങളോട് ഏറ്റവും സ്നേഹമുള്ള നിങ്ങൾ നരകത്തിൽ പോകരുത് എന്നൊത്തിട്ടാണ് ഞാനിത് പറയുന്നത്. ഒരു പാണക്കാട് ഒരു തങ്ങളും ഒന്ന് മുറിച്ചാൽ മോനെ അവസാനം വരെ ദുആയിൽ നിന്റെ സ്ഥാപനം ഉണ്ടാവും. ഞാൻ ഇന്നലെ ഉദ്ഘാടനം ചെയ്ത ഒരു ഫർണിച്ചർ ഷോപ്പ് ഉണ്ട്. അല്ലാഹുവേ നീ അതിൽ ബറക്കത്ത് നൽകണേ തമ്പുരാൻ. നിങ്ങളെ കട കണ്ടിട്ടില്ല, പക്ഷേ ആമീനുണ്ട്. ഞാനിവിടെ ഉദ്ഘാടനം ചെയ്ത ഒരു തുണി ഷോപ്പ് ഉണ്ട്, ഒരു ടെക്സ്റ്റൈൽസ്. എന്താണ് എന്റെ പേര്? മീനാ ബസാർ. അള്ളാഹു ഒരു ബറക്കത്ത് നൽകട്ടെ. ഒരു വർഷം ഞാൻ ഉദ്ഘാടനം ചെയ്തു, രണ്ട് വർഷം. അള്ളാഹു ഒരു ബറക്കത്ത് ചെയ്യട്ടെ. ആ ഗുണം ഈ സദസ്സിലേക്ക് കാവ്യാമാധവൻ അള്ളാഹുവെ ഇതിനകത്ത് ബറക്കത്ത് ചെയ്യട്ടെ നാമി പറയില്ല. കാവ്യാമാധവൻ ദുആ ചെയ്യത്തുമില്ല, ദിലീപ് ആമി പറയത്തുമില്ല. മോനെ കാവ്യാമാധവൻ വന്നിട്ട് ഒരു റിബൺ മുറിക്കണേന് എത്രയാ? 5 ലക്ഷം. പിന്നെ കബീർ വാക്കവയ്ക്ക് വാ പറയുമ്പോ 50,000 കൊടുത്ത് എന്താ കുട്ടികൾ എന്താ ഞാനിത് നിരാകരിക്കാൻ പോലും കരള് വെള്ളമായിട്ട് നിങ്ങൾ മുയിലിയാർക്ക് മാത്രം ഒന്നും കൊടുക്കാം. മുയിലിയാരുടെ ശമ്പളം ക്ലോസറ്റിലെ വെള്ളം മാതിരിയല്ല. യസീദ് വരാൻ പള്ളിയിലെ ഖത്തീബിനൊന്നും കൊടുത്തുകൂടാ, വേറെ ആർക്കൊന്നും കൊടുക്കാം. പള്ളിയിലെ കക്കൂസ് കഴുകാൻ പഠിക്കുന്നവനും ഒരു ദിവസം 150 രൂപ ശമ്പളമാണ്. മുയിലിയാർക്ക് 100 ശമ്പളമുള്ളൂ. ഖത്തീബിന് കക്കൂസ് മൂത്രപ്പുര കഴുകുന്നവന് 150 കൊടുക്കാം. ഖത്തീബിന് അണ്ണാക്കിലോട്ട് തിന്നാലേ വരറിയുള്ളൂ. 8 കുട്ടികളുണ്ട്, 4 കുട്ടികളുണ്ട്, 3 കുട്ടികളുണ്ട്. ഇവർക്ക് കൊണ്ടുപോയി 8 മക്കളെ വിളിച്ചെടുത്തിട്ട് ഉമർ മുസ്ലിയാര് 33 സുബ്ഹാനല്ലാഹ് ഓതിയിട്ട് മക്കളെ വാ തുറന്നു. നിറയൂല. ഫാത്തിമ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്ർ പറഞ്ഞു കൊടുത്തപ്പോൾ പറഞ്ഞു, നബിയെ വാപ്പ പണ്ട് പട്ടിണിയാന്ന് പറഞ്ഞപ്പോ ദിക്ർ പറഞ്ഞു തന്നു. ദിക്ർ എന്ന മലക്കൾക്ക് വിശപ്പ് മാറുള്ളൂ. ദിക്ർ പറഞ്ഞാൽ മനുഷ്യന് വിശപ്പ് മാറൂല. മനുഷ്യന് വിശപ്പ് മാറണമെങ്കിൽ തിന്നണം. അള്ളാഹു നല്ല ബോധം തരട്ടെ. 50,000 തന്നെങ്കിൽ ഒരു കുഴപ്പമില്ലടാ. പിന്നെ 9 ലക്ഷം ബാക്കി. ഒരു ദിവസം 10 ലക്ഷം ബക്കറ്റ് വരും. ഇന്നലെ ചേവാരിയിലെ ബക്കറ്റ് വരും മാത്രം 19 ലക്ഷം രൂപയാണ്. 50,000 തന്നാണ്ട് കുഴപ്പം. കരള് വെള്ളമായിട്ടാ. ഒരു വാത് പറഞ്ഞ മുസ്ലിം 40 വയസ്സിനപ്പുറത്തേക്ക് പോയിട്ടില്ല. ഞാൻ ശനിയാഴ്ച ഇറങ്ങിയതാണ്. നാളെ രാവിലെ വാത് കഴിഞ്ഞാൽ നാളെ വാത് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ പോകും. വ്യാഴാഴ്ച രാവിലെ എന്റെ 3 മക്കൾ പോയി നിൽക്കുമ്പോൾ മക്കളുടെ വായിലോട്ട് ഊതിയാലേ വയറിയില്ല. ആ പരിപാടിയൊന്നും ഞാനിത് നേരത്തെ തന്നെ പറയും, വേണ്ട ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾക്കറിയണ ഒരു കഥ. മലപ്പുറം ജില്ലയിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വാതു പറഞ്ഞു. വല്ലാഹി ഞങ്ങൾ വെച്ച് പറയാം, 2.5 മണിക്കൂർ വാതു പറഞ്ഞു. 22 ലക്ഷം രൂപ പിരിച്ചു കൊടുത്തു. തിരിച്ചിറങ്ങുന്നപ്പോ എനിക്ക് 5,000 രൂപ തന്നു. ഡീസൽ അടിച്ച് അനസര ഡ്രൈവർ ശമ്പളം കൊടുത്തു. പിന്നെ 1,000 രൂപ എന്റെ പോക്കറ്റിൽ കിട്ടുള്ളൂ. കഴിഞ്ഞ മാസത്തെ കഥയാണ്. ഇനി ബാക്കിയൊന്നും പറയണ്ട. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ മോനെ കാവ്യമാർന്ന റിബൺ മുറിച്ചാല് അവർ ചെയ്ത ജോലി എത്ര? ഒരു റിബൺ മുറിച്ചു 5 ലക്ഷം. നിന്റെ പ്രധാനപ്പെട്ട സാധനം മുറിച്ച് ഒസാക്ക് നീ 50 രൂപ തിരിച്ചു കൊടുത്തിട്ട്. രണ്ടുപേരും ചെയ്ത ജോലി ഒരു കാവ്യമാധവൻ റിബൺ മുറിച്ചു നൈസ്. നിന്റെ പ്രധാനപ്പെട്ട സാധനം മുറിക്കല് നൈസ. അത്രയും കഷ്ടപ്പെട്ട ജോലി ചെയ്ത ഒരാൾക്ക് ഒസാക്ക് 500 രൂപ തിരിച്ച് കൊടുക്കാൻ വയ്യ. നമ്മൾ മഹാ നന്ദി കെട്ടവരെ മനുഷ്യൻ. അള്ളാഹു നല്ല ബോധം നൽകട്ടെ. അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യണം? കുറെ പാഠം, ഒരു കഥ മാത്രം പറയലല്ല. അതുകൊണ്ട് നീ തുടർന്നായിട്ടൊരു സ്വന്തമായിട്ടൊരു വീട് വെച്ച് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുമ്പോ മഹാനായ കാവിമാരെ കൊണ്ട് മഹാന്മാരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചോ. ഹാഫിളീങ്ങളെ കൊണ്ട് ആലിമീങ്ങളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചോ. വല്ലാത്ത ബറക്കത്തുണ്ട്. ഒന്നുമല്ലെങ്കിലും അവർ 5 വഖത്തിലെ ദുആയിലും നിന്റെ സ്ഥാപനത്തിന് ആമേ കിട്ടില്ലേ പൊന്നുമോനെ? ഈ കപ്പിത്താൻ വിചാരിച്ചത് അങ്ങനെയാണ്. 2 മഹാന്മാര് ഫ്രീ ആയിട്ട് കപ്പലിൽ കയറ്റി. ആ കപ്പല് നടുക്കടലിലെത്തി. നടുക്കടലിൽ കപ്പലെത്തുമ്പോ നബി അലൈഹി സ്വലാത്തു വസ്സലാം 4 പാടും പരതാൻ തുടങ്ങി. എന്തോ നോക്കുകയാണ്. നിറച്ച് യാത്രക്കാരൻ കപ്പലിലുണ്ട്. നടുക്കടലിലൂടെ കപ്പൽ സഞ്ചരിക്കുകയാ. ആ സമയത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം 4 പാടും പരതാൻ തുടങ്ങി. എന്തോ ആയുധം നോക്കുന്നുണ്ട്, കാണുന്നില്ല. ശ്രദ്ധിച്ച് കേൾക്കണേ. അവസാന കപ്പൽ മുഴുവനെ സഞ്ചരിച്ചിട്ട് അവസാനം നോക്കിയപ്പോ ഒരു കോടാലി കയ്യിൽ കെട്ടി. ആ കോടാലിയും കൊണ്ട് നബി വന്നിട്ട് ആ കപ്പലിന്റെ മധ്യഭാഗത്തിരിക്കുന്ന ഒരു വലിയ പലക
പലകയില് കപ്പല് നടുക്കടലിലാണ്, നിറച്ച് യാത്രക്കാരുണ്ട്. ആ കോടാലി എടുത്തിട്ട് പുതിയ കപ്പലുണ്ട്, ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കന്നിയോട്ടം നടത്തുന്ന കപ്പലുണ്ട്. ഒരു പ്രധാനപ്പെട്ട പലകയിലാഞ്ഞു വെട്ടിയിട്ട് ആ പലക ഇങ്ങ് പൊളിച്ചെടുത്തു. ബഹുമാനപ്പെട്ട നബിയുള്ളാഹി ഖിദർ അലൈഹിസ്സലാത്തു വസ്സലാം. ആളുകൾ അത്ഭുതപ്പെട്ടു പോയി. എന്തായത്? ഏതുവരെ കാണാം. അതിലൂടെ നോക്കിയാൽ കടലിന്റെ അടിത്തട്ടിലുള്ള വെള്ളം കാണാൻ കഴിയുന്ന രീതിയിൽ നടുക്കടലിന് കപ്പലോടുമ്പോ ആ സമയത്തൊരു പ്രധാനപ്പെട്ട പലക ഇങ്ങനെ ഇളക്കിയെടുത്തു. മൂസാ നബിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പപ്രാളത്തോടെ എന്ത് പണിയായാൾ കാണിക്കുന്നത്, എന്ത് പണിയാണ് കാണിക്കുന്നത്. ആ സമയത്ത് മൂസാ നബി തന്റെ കുപ്പായം കീറി. ആ കീറിയ കുപ്പായം കൊണ്ടുപോയി ഈ കണ്ടുവന്ന പലക എടുത്തെടുത്ത സുഷിരത്തിൽ കൊണ്ടുപോയി അടയ്ക്കാൻ തുടങ്ങി. എങ്ങനെ അടയാനാണ്? തിരമാലകളുടെ മുകള് തന്റെ കുപ്പായം കീറിയിട്ട് ഈ കുപ്പായം വെച്ചിട്ട് ആ സുഷിരം അടയ്ക്കാൻ ശ്രമിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ശ്രദ്ധിച്ച് കേൾക്ക്. പക്ഷേ എന്ത് ചെയ്യാൻ? പക്ഷേ അത്ഭുതം എന്തെന്നറിയോ? പലകയെടുത്തിട്ട് അങ്ങനെ മാറ്റി. പക്ഷേ ഒരു തുള്ളി വെള്ളം പോലും കപ്പലിന്റെ ഉള്ളിലോട്ട് കയറിയിട്ടില്ല. ഒരു വലിയ പലകയാണ് എടുത്തു മാറ്റിയത്. ഏതുവരെ കടലിന്റെ ആടിത്തട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ. പക്ഷേ ഒരു തുള്ളി വെള്ളം പോലും അകത്ത് കയറിയില്ല, വെള്ളം കയറിയില്ല. മൂസാ നബിയുടെ കുപ്പായം പോയത് മാത്രം മിച്ചമായി. ആ സമയത്ത് കരീമുല്ലാഹി മൂസാ നബി ആ സമയത്ത് ചോദിച്ചു അത്രേ, നിങ്ങൾ എന്ത് പണിയാണ് കാണിക്കുന്നത്? ഒരു ദ്വീപിന്റെ നടുവിൽ നിന്നപ്പോ ഒരു 5 പൈസ കയ്യിൽ വാങ്ങിക്കാട് ഫ്രീ ആയിട്ട് ഈ പാവപ്പെട്ടവര് കപ്പലിൽ കയറ്റിക്കൊണ്ടുവന്നപ്പോ നടുക്കടലിൽ എത്തിച്ചിട്ട് അവരുടെ കപ്പല് പൊളിച്ചിട്ട് നാശമാക്കുകയാണോ? ഇതെന്ത് കാര്യമാണ് നിങ്ങൾ കാണിക്കുന്നത്? നിങ്ങൾ കാണിക്കുന്നത് മോശമായി പോയി. പറയാതിരിക്കാൻ തരമില്ല ഖിദർ നബിയെ. ആ സമയത്ത് ഖിദർ നബി കോടാലി കൊണ്ടെടുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, മൂസാ ഖാല അലം കുല്ലക ഇന്നക ലൻ തസ്തതിയ മഇയ സബ്റാ. നിന്നോട് ഞാൻ ആദ്യം പറഞ്ഞതല്ലേ, ഞാൻ പല കാര്യവും ചെയ്യും, ചോദിക്കരുതെന്ന്. നിനക്ക് ക്ഷമിക്കാൻ കഴിയില്ല മൂസാ. ആ സമയത്താണ് മൂസാ നബി ചിന്തിച്ചത്, അല്ലാഹുവേ ശരിയാണല്ലോ, ചോദ്യം ചെയ്യരുതെന്ന് പറഞ്ഞതല്ലേ അല്ലാഹുവേ, ഇനി നീ എന്റെ കൂടെ വേണ്ട മൂസാ. മൂസാ നബി പറയുകയാണ്, ഖുർആനാണ്, ഖുർആനാണ്. ഖാല ലാ തുആഖിദ്നി ബിമാ നസീതു വലാ തുർഹിഖ്നി മിൻ അംരി ഉസ്റാ. നബിയേ, ലാ തുആഖിദ്നി, ലാ തുആഖിദ്നി ബിമാ നസീതു. ഞാൻ മറന്നിട്ടൊരു കാര്യം ചോദിച്ചതാണ്, മറന്നുപോയി ഖിദർ നബിയേ. വലാ തുർഹിഖ്നി മിൻ അംരി ഉസ്റാ. ഇനി ഞാൻ ഒരിക്കലും ചോദിക്കില്ല മൂസാ. ഖിദർ നബിയെ അറിയാതെ ചോദിച്ചു പോയതാ. മുസാനബിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഫ്രീ ആയിട്ട് കയറ്റിയിരുന്നപ്പോ നല്ല സുന്ദരമായ ഇന്നോവ വാങ്ങിച്ചോണ്ട് പോവുക. പള്ളിയിലെ മുരിയാരി നിൽക്കുന്നു, വണ്ടി കയറ്റി പോയ വഴിക്കിരുത്തി പറക്കത്തല്ലേ മഹാനല്ലേ ഇരിക്കട്ടെ എന്ന് പോയിട്ട് നോക്കിയപ്പോ അയാൾ കയ്യിരിക്കണ പേന എടുത്തിട്ട് നല്ല ലെതർ സീറ്റിൽ കുത്തി വരയ്ക്കും. നമ്മൾ എന്ത് പറയും? നമ്മൾ എന്ത് പറയും? എന്ത് തോന്നിയ സ്ഥലങ്ങൾ കാണിക്കരുത്. മൂസാ നബി തോന്നിയ സ്ഥലങ്ങൾ നന്ദി കേട്ട തടങ്ങൾ. നിങ്ങൾ ഫ്രീ ആയിട്ടൊരു മനുഷ്യനെ കെട്ടിക്കൊണ്ട് പോയപ്പോ അത് നടുക്കടലിന്റെ മുമ്പിൽ നിറയെ യാത്രക്കാരുള്ളപ്പോ നിങ്ങൾ പലക വെക്കുക. രസമില്ല കേൾക്കാൻ ഇല്ലേ? രസമില്ല, രസമില്ല. അപ്പൊ ഖിദർ നബി ചോദിച്ചു, ഇതിന്റെ തുടക്കം മാത്രം, ഇനിയാ രസം, ഇനിയാ രസം. അവസാനം വരെ കേട്ട ഒത്തിരി രസമുണ്ട് ഇതിനകത്ത്. നിങ്ങൾ കേട്ട കഥയൊന്നും അല്ല ഇത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ കാറ്റ് തന്നെ ഒരു സുഗന്ധമാണ്. അള്ളാഹു ഈ സദസ്സിനെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ വർഷം 6661 കാര്യം സാധ്യമാകാൻ വേണ്ടി നേർച്ചയിട്ടാൽ ഇന്ന് വന്നപ്പോ എന്റെ മുസ്താദ് കാര്യം സാധിച്ചു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ മൂസാ നബി പറഞ്ഞു, ലാ തുആഖിദ്നി ബിമാ നസീതു വലാ തുർഹിഖ്നി മിൻ അംരി ഉസ്റാ. ഞാൻ അറിയാതെ പെട്ടെന്ന് മറന്നുപോയി. മൂസാ നബി ആണെങ്കിൽ ദേഷ്യമുള്ള ആളാ. അതുകൊണ്ട് ഇനി ഞാൻ ചോദിക്കൂല. ഒരു പ്രാവശ്യം
വെള്ളം ഉണ്ടാവും ശരിയാണ്. നിങ്ങൾ വലിയ വർത്താനം പറഞ്ഞിട്ട് വെള്ളം തരുന്നു. അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളം തരണ്ടേ? ഞാൻ 4 വർഷം മുമ്പ് വരുമ്പോൾ മുറിസിലായി ഇങ്ങനെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. സന്തൂർ തച്ച വിളിക്കണമെന്ന് പറഞ്ഞു. ആ സമയത്താണ് രണ്ടുപേരും ശരി ഇനി ചോദിക്കരുത്, ഓക്കെ വാ പോയി. അങ്ങനെ അവര് പോയി. ഫന്തലക ആദ്യത്തെ സംഭവം ഓർമ്മയുണ്ടല്ലോ, കടലിൽ കൂടെ പോയപ്പോ കപ്പലില് മറക്കരുത്, നാളെ ഇത് റിവൈൻഡ് ചെയ്യണം. കപ്പലില് പലകിളക്കി നടുക്കടലിൽ വെച്ച് വെള്ളം ഒട്ട് ഒരു തുള്ളി അകത്ത് കയറിയില്ല. ഇതാ മഹാൻ, വെള്ളം ഒരു തുള്ളി അകത്ത് കയറിയില്ല. ഫന്തലക അവര് രണ്ടുപേരും വീണ്ടും യാത്രയായി. ഹത്താ ഇദാ ലഖിയാ ഗുലാമൻ ഫഖതലാ قال أقتلت نفسا زكية بغير نفس لقد جئت شيئا نكرا. അങ്ങനെ അവര് രണ്ടുപേരും കൂടി കപ്പലിൽ നിന്ന് വെളിയിലിറങ്ങി കരയിലൂടെ നടക്കുകയാ. അങ്ങനെ നടന്ന് പോകുമ്പോ അതാ മൈതാന മധ്യത്ത് കുറെ കുട്ടികൾ കിടന്ന് പന്ത് കളിക്കുകയാ. അക്കൂട്ടത്തിലൊരു സുന്ദരനായ കുട്ടി കൂടെയുണ്ട്. രണ്ടുപേരും ബഹുമാനപ്പെട്ട ഖിളർ നബിയും മൂസാ നബിയും ആ മൈതാനത്തിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോ പന്ത് കളിക്കുന്ന കുട്ടികളുടെ കളിയായുധം എന്ന് പറഞ്ഞാൽ ഒരു കളിപ്പന്ത്. അത് നേരെ അടിച്ചത് നേരെ ഖിളർ നബിയുടെ മുമ്പിലെത്തി. അവർ രണ്ടുപേരെ ശരീരത്തിൽ തട്ടി. കുട്ടികൾ അത്ഭുത ശബ്ദരായി നിന്ന് പോയി. പന്ത് കളിക്കുന്നതിന്റെ ഇടയിൽ രണ്ടാളുകളുടെ ശരീരത്തിൽ പന്ത് തട്ടിയിരിക്കുകയാ. സ്വാഭാവികമായി കുട്ടികൾ പേടിച്ച് വിറച്ചു നിന്നു. ആ സമയത്ത് ഒരു ചെറുക്കം പറഞ്ഞു പത്രേ, അതീതിൽ കാണാ മീശ മുളക്കാൻ തുടങ്ങിയിട്ടില്ല. ഒരു കുട്ടി പറഞ്ഞു പത്രേ, നിങ്ങൾ എന്തിനാണ് പേടിച്ചു നിൽക്കുന്നത്? വഴിയാത്രക്കാരെ പരിഗണിച്ചാൽ കളിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പേടിയാണെങ്കിൽ അവരെ തട്ടിയിട്ടവരുടെ അടുത്ത് കിടക്കുന്ന പന്ത് ഞാൻ എടുത്തു കൊണ്ടുവരാം. അഹങ്കാരത്തോടെ ഒരു കൊച്ചുകുട്ടി അവൻ പറഞ്ഞു പത്ത, നിങ്ങൾക്ക് പേടിയാണെങ്കിൽ ശരീരത്തിൽ തട്ടിയ പന്ത് ഖിളർ നബിയുടെ മുമ്പിൽ കിടക്കുകയാ, അത് ഞാൻ എടുത്തു കൊണ്ടുവരാം. ഈ കുട്ടി നേരെ പോയിട്ട് മൂസാ നബി ഖിളർ നബി നോക്കി നിൽക്കുകയാ. ആ പന്ത് ഖിളർ നബിയുടെ മുമ്പിൽ കിടക്കുകയാണ്. ആ കുട്ടികളുടെ ദാസ്യത്തോടെ അഹങ്കാരത്തോടെ വന്ന് ആ പന്തെടുക്കാൻ കുനിയേണ്ട താമസം ബഹുമാനപ്പെട്ട ഖിളർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫഖദൽ ഗുലാം ആ കുട്ടിയുടെ കഴുത്തിലങ്ങ് പിടിച്ചു. എന്നിട്ട് വലത്തെ കൈകൊണ്ട് കഴുത്ത് തലയിൽ പിടിച്ചിട്ടൊരു തിരിയങ്ങട് തിരിച്ചു. ഒരൊറ്റ തിരിക്കാ കുട്ടിയെ കൊന്നുകളഞ്ഞു നബിയുല്ലാഹി ഖിളർ അലൈഹി സ്വലാത്തു വസ്സലാം. നിരപരാധിയായ കുട്ടി, പന്ത് കളിക്കുന്ന കുട്ടി, പന്തെടുക്കാൻ വന്ന കുട്ടിയെ 3 രീതിയാണ് ചരിത്രത്തിൽ കാണുക. ഒന്ന് പറയുന്ന ഭാഗതരിതിലഹോ ഖിളർ നബി ആ കുട്ടിയുടെ കയ്യിൽ പിടിച്ചു, കാലിൽ പിടിച്ചിട്ട് തറയിലോട്ടൊരു അടി അങ്ങടടിച്ചു. ആ കൊച്ചുകുട്ടി ചത്തുമരച്ചു പോയി. വേറൊന്നിനെ കാണാൻ കഴുത്തിൽ പിടിച്ചിട്ട് ആ അടുത്ത് കണ്ട മതിലേക്ക് അങ്ങ് ചേർത്ത് പിടിച്ചിട്ട് ഖിളർ നബി 2 വിരൽ കൊണ്ടൊരു ഞെക്കലങ്ങടെ ഞെക്കി. ആ കുഞ്ഞ് പിടഞ്ഞു മരിച്ചുപോയി. ആ പാവപ്പെട്ട കൊച്ചുകുഞ്ഞ് പിടഞ്ഞു മരിച്ചുകൊണ്ട് തന്നെ മുമ്പിൽ കിടക്കുമ്പോ ആ കുട്ടിയുടെ പേര് ജുസൈർ എന്നാണ്. ആ കൊന്ന കുട്ടിയുടെ പേര് ജുസൈർ എന്നാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി നോക്കുമ്പോ ഒരു പിഞ്ചു പൈതലിനെ കഴുത്ത് പിടിച്ചിട്ട് ഞെരിച്ചങ്ങട് കൊന്നപ്പോ മൂസാ നബിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. എല്ലാം മറന്ന് മൂസാ നബി ചോദിച്ചു അത്രേ, ഒരു പാവപ്പെട്ട പിഞ്ചു പൈതലിനെ, മൈതാന മധ്യത്തെ കളിച്ചുകൊണ്ടിരുന്ന ഒരു പൈതലിനെ കളിപ്പന്ത് ശരീരത്ത് തട്ടിയപ്പോ നിങ്ങൾ കഴുത്ത് ധരിച്ചു കൊന്നോ ഖിളറേ? എന്ത് തമ്മാടിത്തരമാണ് നിങ്ങൾ കാണിച്ചത്? എന്ത് തമ്മാടിത്തരമാണ് നിങ്ങൾ കാണിച്ചത്? ഒരു പാവപ്പെട്ട കുഞ്ഞിനെ നിങ്ങൾ കൊന്നോ ഖിളറേ? ഖിളർ നബി ചോദിച്ചു, മൂസാ قال ألم أقل لك إنك لن تستطيع معي صبرا. ഞാൻ എന്ത് ചെയ്താലും നിനക്ക് സഹിക്കാൻ പറ്റൂല. നീ ചോദ്യം ചെയ്യുന്നു ഞാൻ പറഞ്ഞില്ല മൂസാ. ഒരു കൊച്ചു കുഞ്ഞിനെ പിടിച്ചിട്ട് 3 സംഭവം. ഒന്ന്, കാലിൽ പിടിച്ചോട്ട് ഒരു അടിയൻ കടിച്ച് ഖിളർ നബി, കൊച്ചു ചത്തു. 2, ഉരിഞ്ഞപ്പോ കഴുത്തിൽ പിടിച്ചിട്ട് ഒരു തിരി, കുഞ്ഞു മരിച്ചു. മൂസാ നബിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഒന്നുറപ്പാണ്, കാരണം ആര് കണ്ടാലും
വെറുക്കുന്ന ഒരു കൊല രീതിയാണ്. കാരണം ആദ്യത്തെ യുദ്ധത്തിൽ ലക്കത് ചെയ്ത ഷെയ്യൻ ഇമ്ര, നിങ്ങൾ രണ്ടാത്തരം കാണിച്ചല്ലോ എന്നാണ്. രണ്ടാമത്തെ ലക്കത് ചെയ്ത ഷെയ്യൻ നുക്ര. ആര് കണ്ടാലും വെറുക്കുന്ന ഒരു കൊലപാതകം നിങ്ങൾ പരിസരത്ത് ഒരാൾ പോലെ എനിക്കൊരാൾ മുമ്പിൽ വന്ന എന്റെ കോൺസെൻട്രേഷൻ തെറ്റും, ഒന്നും അനങ്ങാൻ പാടില്ല. ഇപ്പൊ സദസ് കൊയറ്റാണ്, കാമാൻ കൊയറ്റാണ്, ഇങ്ങനെ തന്നെ നിൽക്കാണ്. മുമ്പിൽ വന്ന അപ്പൊ എനിക്ക് സ്വഭാവം മാറും. എന്താ പോയി എന്റെ പ്രിയപ്പെട്ട എന്റെ എല്ലാ സദസ്യനും പറഞ്ഞ പാവമാണ് കേട്ടോ. ഞാൻ പറഞ്ഞ അള്ളാഹു നല്ല തൗഫീഖ് കൊടുക്കട്ടെ, കുടുംബത്തിൽ അള്ളാഹു നല്ല ഐശ്വര്യം കൊടുക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭാര്യ ഗർഭിണിയാണല്ലേ, വിളിച്ചിരിക്കണം. എന്റെ കണ്ടവർക്ക് തന്നെ വരും. അള്ളാഹു സാലിഹായ സന്താനത്തെ കൊടുത്ത് അനുഗ്രഹിക്കണം. എന്റെ പ്രിയപ്പെട്ട ലക്കത്ത് ചെയ്ത ഷെയ്യൻ നുഖ്റ, നിങ്ങളെന്ത് ചമ്മാടിത്തരമാണ് ഈ കാണിച്ചത്? ആ കത്തൽ ഒരു പാവപ്പെട്ട കുഞ്ഞിനെ കടുത്തു ധരിച്ച് ഇവിടെ കൊന്നു കളഞ്ഞല്ലോ. മൂസ മൂസ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെയ്യുന്നത് കണ്ട് ക്ഷമിക്കാൻ നിനക്ക് പറ്റൂല. ഓ അങ്ങനെയാണല്ലോ അല്ലേ. മുസാ നബി അപ്പോഴാ ഓർത്തത്. മുസാ നബി ഖിദർ നബിയോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഖുർആൻ. പെണ്ണുങ്ങളെ ഇത് ഖുർആനാണ്, പച്ച പൊട്ടി ഇങ്ങോട്ട് നോക്കി, ഇത് ഖുർആനാണ്. നീ 7:30 കിട്ടുന്ന സീരിയലും കണ്ടിട്ട് വായും പൊളിച്ചിരിക്കൂല ഇങ്ങനെ. ഇത് കേക്ക് എന്താ ഈ കഥ? ഖുർആന്റെ കഥ. 7:30 മുതൽ 9:00 വരെയുള്ള ഒടുക്കത്തെ സീരിയലിന്റെ കഥയല്ല ഇത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്ത് മൂസാ നബി പറഞ്ഞു അത്രേ, ഖിദർ നബിയെ അങ്ങനെ പറയല്ലേ. قال إن سألتك عن شيء بعدها فلا تصاحبني قد بلغت من لدني عذرا. ഇനി ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ചാൽ, ഇനി ഒരു കാര്യം കൂടി നിങ്ങളെ ഞാൻ ചോദ്യം ചെയ്താൽ, ഫലാ തുസാഹിബിനി, ഇനി നിങ്ങൾ നിങ്ങളുടെ കൂടെ എന്നെ കൊണ്ടുപോകണ്ട. ഒരു പ്രാവശ്യം കൂടി മാപ്പ്. ഇനി ഒരിക്കൽ കൂടി ഞാൻ ചോദിച്ചാൽ എന്നെ നിങ്ങൾ കൂടെ കൂട്ടണ്ട ഖിദർ നബിയെ. ഈ ആയത്തോടെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, ലൗ സബറ അഖീ മൂസ, എന്റെ സഹോദരനായ മൂസാ നബി അല്പം കൂടി ക്ഷമിച്ചിരുന്നെങ്കിൽ, ഈ ഒരു വാക്ക് പറയാതിരുന്നെങ്കിൽ എത്രയോ വിജ്ഞാനങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയുമായിരുന്നു. ഇങ്ങനെ ഒരു വാക്ക് മൂസാ നബി പറഞ്ഞു പോയി. ഖിദർ നബി പറഞ്ഞു, ഇനി ചോദിക്കാൻ പാടില്ല. ഇനി എന്നെ ചോദ്യം ചെയ്താൽ അവിടെ വെച്ച് നമ്മൾ തമ്മിൽ പിരിയുകയാണ്. രണ്ടുപേരും കൂടി വീണ്ടും നടക്കാൻ തുടങ്ങി. പന്തലക്കാ, രണ്ടുപേരും വീണ്ടും യാത്രയായി. ഈ യാത്രക്കടയിൽ കടലിന്റെ നടുവിൽ നിന്ന് കപ്പലിൽ കയറിയതാണ്. കപ്പലിറങ്ങി നടന്നതാണ്. വല്ലാതെ വിശക്കാൻ തുടങ്ങി. രണ്ടുപേർക്കും എരിപ്പൊരി കുഞ്ഞുന്ന വിശപ്പാണ്. അവര് രണ്ടുപേരും കൂടി ശ്രദ്ധിച്ച് കേൾക്കണേ. അവർ രണ്ടുപേരും കൂടി ഒരു നാട്ടിലെത്തി. ആ നാട്ടിലെത്തിയിട്ട് ഓരോ വീട്ടിലും അവര് കയറിയിറങ്ങി. ഞങ്ങൾ അള്ളാന്റെ പ്രവാചകന്മാരാണ്, ഞങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണം തരണേ. വിശക്കുകയാണ്, 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 ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം തരണേ. ആ നാട്ടുകാർ മുഴുവനും ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തില്ല. നബിക്കും മൂസാ നബിക്കും ആ നാടാണ് അന്താക്കിയ. ആ നാടിന്റെ പേരാണ് അന്താക്കിയ. അവരുടെ നഗരത്തിന്റെ കവാടത്തിൽ ഒരു ഗേറ്റ് ഉണ്ട്. അവിടെ രാത്രിയായാൽ അടച്ചു കളയും. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ആ നാട്ടിലെ ഓരോ വീട്ടിലും കയറി ഇറങ്ങി നടന്നു. പക്ഷേ ഒരു തുള്ളി പച്ചവെള്ളം കൊടുത്തില്ല അന്താക്കിയാക്കാർ. ആ നാടിന്റെ പേരാണ് നാടിന്റെ പേരാണ് അന്താക്കി. അന്താക്കിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? തുള്ളി വെള്ളം കൊടുക്കൂല. അന്താക്കിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? അന്താക്കിയുടെ പ്രത്യേകത എന്തെന്നറിയോ? അകലാടുകാരെ, ഞാൻ നിങ്ങളോട് പറയുകയാ, അറിവ് പഠിക്കാൻ പോയതാണ് മൂസാ നബി. മൂസാ നബി എന്തിനു വന്ന ഉസ്താദ് ആരാ? ഖിദർ നബി.
ഇൽമു പഠിക്കാൻ വേണ്ടി വന്ന മുത്തല്ലിമും പഠിക്കാൻ വേണ്ടി വന്ന ആലിമും മുദരിസും കൂടി ഒരു നാട്ടിൽ വന്ന് ഭക്ഷണം ചോദിച്ചപ്പോ ആ നാട്ടുകാര് ഭക്ഷണം കൊടുത്തില്ല. ഭക്ഷണം കൊടുക്കാത്ത നാടാണ് അന്താക്കിയ. അന്താക്കിയിൽ നിന്നാണ് ശപിക്കപ്പെട്ട ദജ്ജാൽ പുറപ്പെടുന്നതെന്ന്. ഈ അന്താക്കിയിൽ നിന്നാണ് ലോകാവസാനം എടുക്കുമ്പോ ദജ്ജാൽ പുറപ്പെടുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കേട്ടില്ല, പിന്നെ നിങ്ങൾ എന്ത് വാള കേൾക്കണേ? ഈ നാട്ടിൽ നിന്നാണ് ദജ്ജാൽ പുറപ്പെടുന്നത്. ഒരു നാട്ടിലൊരു ആലിമും മുത്തല്ലിമും വന്നാൽ അവർക്ക് ഭക്ഷണം കൊടുക്കലാ നാട്ടുകാരുടെ ബാധ്യതയാണ്. ആ ബാധ്യത എന്നവർ നിറവേറ്റാതെ വരുമോ അത് ദജ്ജാലിന്റെ നാടാണ്. നിങ്ങളുടെ മക്കള്, ആ നാട്ടുകാരുടെ മക്കള് ദജ്ജാലിനേക്കാൾ അപ്രഗമികളാകുമെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. അകലാട് അന്താക്കിയ അവരുടെ ഇവിടെ ഇൻഷാ അല്ലാഹ് 18 സെന്റ് സ്ഥലം വാങ്ങിച്ചിട്ട് കുട്ടികളെ ഹാഫിളാക്കാൻ പോവുകയാ. നിങ്ങളുടെ മുമ്പിലാണ് 50 കുട്ടികൾ വരുന്നത്. ഒരു നേരത്തെ ഭക്ഷണം തരുമോ? ആരാണോ ഈ സത്യത്തിനെതിരെ തിരിഞ്ഞു നിൽക്കുക അവൻ ദജ്ജാലിന്റെ അനുയായിയാണെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. ഇൻഷാ അല്ലാഹ് തുടങ്ങട്ടെ. തുടക്കക്കാരനാണ് വലുത്. ഇൻഷാ അല്ലാഹ് തുടക്കക്കാരനാണ് വലുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൽമു പഠിക്കാനൊരു പദ്ധതി വന്നപ്പോ ഞാൻ പറഞ്ഞൊരു നിസ്കാര പള്ളിയുടെ കീഴില് ഒരു ഹിഫ്ളുൽ ഖുർആൻ തുടങ്ങാൻ പോവുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഹിഫ്ള് ക്ലാസിന്റെ ആദ്യത്തെ ബക്കറ്റ് വരിക. ഇതവർക്ക് വിശന്ന് പോയിക്കുക. അവർക്ക് ഭക്ഷണം കൊടുത്തില്ല, അന്താക്കിയാക്ക. ആര്? ആ നാടിന്റെ പേരെന്താ? എന്തൊക്കെയാണ്? അന്താക്കിയ. അങ്ങനെ രണ്ടുപേർക്കും വല്ലാതെ വിശപ്പായി. ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ രണ്ടുപേരും ഇങ്ങനെ വിശന്ന് നിൽക്കുകയാ. വിശന്ന് പൊരിഞ്ഞു നിൽക്കുമ്പോ അങ്ങനെ ആ നാട്ടിൽ നിന്ന് വിശത്ത് പൊരിഞ്ഞ വയറുമായിട്ട് ഇറങ്ങുമ്പോഴാണ് ഒരു മതില് പൊളിഞ്ഞു താഴെ കിടക്കുന്നത് ഖിദർ നബി കാണുക. വിശന്ന് പൊരിഞ്ഞു നിൽക്കുന്ന മൂസാ നബിയോട് ഖിദർ നബി പറഞ്ഞു, പത്ര മൂസാ, ഈ പൊളിഞ്ഞു കിടക്കുന്ന മതില് നമുക്കൊന്ന് നേരെയാക്കാം മൂസാ. മൂസാ നബി ഒന്നും മിണ്ടിയില്ല. വിശന്ന് പൊരിഞ്ഞു നിൽക്കുകയാണ്. ഈ കഷ്ടം തരാത്ത നാട്ടുകാരുടെ മതിലാണോ നന്നാക്കാൻ പോവുക? രണ്ടുപേരും കൂടി മതില് നന്നാക്കാൻ തുടങ്ങി. ഖിദർ നബി പറഞ്ഞു, മൂസാ, കുറെ കല്ലും കുറെ മണ്ണും ചുമന്നു കൊണ്ടുവാ മൂസാ. ചെയ്യാതിരിക്കാൻ പറ്റുമോ? വിശന്നിരിക്കുകയാണ്. ഉസ്താദാണ് പറയുന്നത് കല്ലും മണ്ണും ചുമന്നുകൊണ്ട് വരാന്. മൂസാ നബി കല്ല് ചുമക്കാൻ തുടങ്ങി. വിശന്നിട്ട് കാല് തളർന്നു പോവുകയാണ്. ഖിദർ നബി കല്ലും മണ്ണും വെച്ചിട്ട് ആ ഭിത്തി നന്നായിട്ട് കെട്ടി പൊളിഞ്ഞു പോയ മതില് നേരെയാക്കി വെക്കുകയാ. അവസാനം മതില് നേരെയായി. ആ മതില് നേരെയായി കഴിഞ്ഞപ്പോ വിശന്ന് വരഞ്ഞു പോയ മൂസാ നബിക്ക് ക്ഷമ നഷ്ടപ്പെട്ടു പോയി. ആ ഖിദർ നബിയോട് പറഞ്ഞു, ഖിദർ നബിയെ, ഈ നാട്ടുകാർ ഒരു തുള്ളി പച്ചവെള്ളം നമുക്ക് തന്നിട്ടില്ല, എന്നിട്ടൊരു കൂലി പോലും മേടിക്കാട് ഈ നാട്ടുകാരുടെ പൊളിഞ്ഞു വീണ മതില് നിങ്ങൾ എന്തിനാണ് എന്നാക്കി കൊടുത്തത്? വേണമെങ്കിൽ നമുക്ക് കൂലി മേടിച്ചിട്ട് ചെയ്തുകൂടായിരുന്നോ? പച്ചവെള്ളം തരാത്തവർക്ക് എന്തിനാണ് ഖിദർ നബിയെ ഈ മതിലിങ്ങനെ ഫ്രീ ആയിട്ട് നേരെയാക്കി കൊടുത്തത്? ബഹുമാനപ്പെട്ട ഖിദർ നബി പറഞ്ഞു, മൂസാ, നീ എന്നോട് നേരത്തെ പറഞ്ഞത് മറന്നോ? ഇനി എന്തെങ്കിലും ചോദിച്ചാൽ കൂടെ കൊണ്ടുവരണ്ടെന്നല്ലേ? ഇനി ഞാൻ നീ പിരിയുകയാണ് മൂസാ. ഇനി നമ്മൾ തമ്മിൽ വേണ്ട. ഇനി നീ എന്റെ കൂടെ വേണ്ട. ഇനി ചോദിച്ചാൽ പിരിച്ചു വിട്ടോളാ പറഞ്ഞതല്ലേ? ഇനി നമ്മൾ തമ്മിൽ വേണ്ട മൂസാ. ഇവിടെ വെച്ച് നമ്മൾ തമ്മിൽ പിരിയുകയാണ്. മൂസാ നബി കരയാൻ തുടങ്ങി. മഹാന്മാരുടെ ബന്ധം നഷ്ടപ്പെട്ട കരയണം. മൂസാ നബി കരയാൻ തുടങ്ങി. എന്നെ പിരിച്ചു വിടലോ, എന്നെ ഇനി കൂടെ കൂട്ടില്ല ഖിദർ നബിയെ. ഇല്ല ഇല്ല,
നമ്മൾ തമ്മിൽ ആ മതിര് പൊളിച്ചത് നേരെയാക്കിയിട്ട് മതിലിന്റെ ചുവട്ടില് രണ്ടുപേരും തളർന്നവശരായിട്ടിരിക്കുകയാണ്. എത്ര സുന്ദര കഥ. ഇനി നമ്മൾ തമ്മിൽ ബന്ധമില്ല, പൊക്കോ മൂസ. പോകുന്നതിന് മുമ്പ് മൂസാ നബി കരയാൻ തുടങ്ങി. മൂസാ സൗനബ്ബിഉക ബിതഅ്വീലി മാ ലം തസ്തതി അലൈഹി സബ്റാ. നിനക്ക് ക്ഷമിക്കാൻ കഴിയാത്ത 3 കാര്യത്തിന്റെ രഹസ്യം വേണമെങ്കിൽ നിനക്ക് ഞാൻ പിരിയുന്നതിന് മുമ്പ് പറഞ്ഞു തരാം മൂസാ. നമ്മൾ തമ്മിൽ ഇനി ബന്ധമില്ല, നീ പൊക്കോ. പക്ഷെ പോകുന്നതിന് മുമ്പ് ഞാൻ കപ്പലിന്റെ പലക ഇളക്കി ഒരു കൊച്ചുകുഞ്ഞിനെ കൊന്നു. ഞാനൊരു മതില്, ഭക്ഷണം തരാത്തവരെ മതില് ഫ്രീ ആയിട്ട് നേരെയാക്കി കൊടുത്തു. അതിന്റെ രഹസ്യം വേണേ നിനക്ക് ഞാൻ പറഞ്ഞു തരാം, നിനക്ക് ബേജാറുണ്ടാവണ്ട, വേണേ പറഞ്ഞു തരാം മൂസാ. സഉനബ്ബിഉക ബിതഅ്വീലി മാ ലം തസ്തതി അലൈഹി സബ്റാ. വേണമെങ്കിൽ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഖിദ്ർ നബി അലൈഹിസ്സലാം. അങ്ങനെ ആ 3 കാര്യത്തിന്റെ രഹസ്യം പിന്നീട് ഖിദ്ർ നബി പറഞ്ഞു കൊടുത്തു. ഇന്ന് പറയണോ നാളെ പറയണോ? ആ 3 കാര്യത്തിന്റെ രഹസ്യം ഇപ്പൊ പറയണോ നാളെ പറയണോ? ഇപ്പൊ പറയണോ എന്നുള്ളൊരു കൈവക്ക്. ആ പൊന്നു പഹയന്മാരെ, നിങ്ങൾ പറയണ്ടെന്ന് വിചാരിച്ച 12 മണി ഉറക്കം വന്ന ഉസ്താദ് നാളെ പറഞ്ഞാൽ മതി എന്നാണ് വിചാരിച്ചു. അള്ളാഹു ആവേശം നിലയത്തി തരട്ടെ, അള്ളാഹു ആവേശം നിലയത്തി തരട്ടെ. പെട്ടെന്ന് പറയാം 15 മിനിറ്റ്, എന്നാലേ നമുക്ക് നാളെ തുടങ്ങാൻ പറ്റും. പോരെ? എന്റെ കാല് പൊട്ടുകയാണ്, എന്റെ കാല് നിന്നിട്ട് പൊട്ടുകയാണ്, ഉപ്പൂറ്റി പൊട്ടുകയാണ്. നിങ്ങൾ ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യ്. എനിക്ക് തീരെ ആരോഗ്യമില്ല, ഇത്രയ്ക്ക് പരിപാടികളാണ്, വിശ്രമയില്ല. പറയണവൻ എന്തും പറയാം. പക്ഷെ ആനയ്ക്ക് വിശപ്പറിയും. ആനയ്ക്ക് വിശന്നാ പിന്നെ ഒരാൾ അറിയത്തില്ലതല്ലേ. ആനയുടെ വയറപ്പടി ഇങ്ങനെ പറഞ്ഞത്. കാരണം ആനയ്ക്ക് വിശന്ന അടുത്തിങ്ങനെ പാപ്പാൻ പോലും അറിയില്ല. അല്ലാഹുവേ, നിന്റെ ഇൽമു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നീ ഞങ്ങളെ ഈ സ്റ്റേജിൽ വെച്ച് മരിപ്പിക്കണേ അല്ലാഹുവേ. ആമീൻ പറ, ആമീൻ പറ. അല്ലാഹുവേ, നിന്റെ ഖുർആൻ അഹമ്മദ് കബീറിന് ഒരു ആഗ്രഹമുണ്ട്, എന്റെ മക്കൾ യതീമാകുന്നേ ഉള്ളൂ, എന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ഒരാൾ കൂട്ടിനില്ലെന്നേ ഉള്ളൂ. പക്ഷേ നിന്റെ ഖുർആൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഈ 10,000ങ്ങളുടെ മുമ്പിൽ വെച്ച് റബ്ബേ നീ എന്നെ മരിപ്പിക്കണേ. ഞാൻ ഇന്നലെ ചേളാരിയിൽ വെച്ച് ആത്മാർത്ഥമായിട്ട് വെച്ച് ലക്ഷക്കണക്കിന് ആളുകൾ 3.5 മണിക്കൂർ അല്ലാഹുവേ ഇവിടെ വെച്ച് മരിച്ച സ്വർഗം കിട്ടുക. 14 ലക്ഷം ആളുകൾ കൂടി നിൽക്കുന്ന സദസ്സിൽ വെച്ചാണ് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മാനു ഉസ്താദ് മരിച്ചു. 14 ലക്ഷം ആളുകളുടെ മുമ്പിൽ വെച്ചിട്ടാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട മാനു ഉസ്താദ് വഫാത്തായി. ഇന്ന് ഞാൻ പരിചയപ്പെട്ട ഒരു സഹോദരനോട് പറഞ്ഞു, ഉസ്താദ് എന്റെ കല്യാണത്തിന്റെ തലേ ദിവസം ശംസുൽ ഉലമ എന്റെ വീട്ടിൽ വന്നു. ഖദ്ദസല്ലാഹു അത് വലിയ ഭാഗ്യമാണ്. മഹാന്മാരുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കി അല്ലാഹു തരട്ടെ. കുട്ടികളെ നിങ്ങളുടെ ബന്ധം ഒരു വലിയ ഉണ്ടാവും, ഒരു മഹാൻ ഉണ്ടാവും, ഒരു മുറബിയായ ശൈഖിനെ നിങ്ങൾ പിടിക്കും. അല്ലാഹു നമ്മളവിടെ എത്തിക്കട്ടെ. അല്ലാഹു നമ്മളെ അവിടെ എത്തിക്കുമത്തെ. മൂസാ അമ്മ സഫീനതു കാനത് ലിമസാകീന യഅമലൂന ഫിൽ ബഹരി ഫഅറതു നഈബഹാ വകാന വറാഹും മലികുൻ യഅഖുദു കുല്ല സഫീനത്തിൻ ഗസ്ബാ. ഓ മൂസാ, നമ്മൾ ആദ്യം കപ്പൽ പൊളിച്ചില്ലയോ? ആ കപ്പൽ കുറെ പാവപ്പെട്ട തൊഴിലാളികളുടെ കപ്പലാണ്. അവര് ജോലി ചെയ്തവരാണ്. ആ ജോലിക്കാരെല്ലാവരും കൂടി സ്വന്തമായിട്ടൊരു കപ്പൽ വാങ്ങിച്ചിട്ട് ആദ്യം ഉദ്ഘാടനം ചെയ്ത യാത്രയാണ്. ആ കപ്പൽ പോകുന്നത് ഒമാനിലേക്കാണ്. മൂസാ, ആ ഒമാനിലൊരു ക്രൂരനായ ഭരണാധികാരിയുണ്ട്. അദ്ദേഹത്തിന്റെ തുറമുഖത്തിൽ ഏതെങ്കിലും ഒരു നല്ല കപ്പൽ വന്നാൽ ആ കപ്പൽ അയാൾ പിടിച്ചെടുക്കും. മൂസാ, ഈ കപ്പലാണെങ്കിലോ ഒരു മുതലാളിയുടെ കീഴിൽ പണിയെടുത്തിട്ട് അവസാനം കുറെ തൊഴിലാളികൾ കിട്ടിയ പൈസ കൊണ്ടുണ്ടാക്കിയ പാവപ്പെട്ടവരുടെ കപ്പലാണ് മൂസാ. നല്ല കപ്പൽ രാജാവ് പിടിച്ചെടുക്കും. ഞാനതിന്റെ പലക ഇളക്കി കളഞ്ഞത് കൊണ്ട് ആ രാജാവ് വന്നു നോക്കുമ്പോ ഇത് മോശമായ കപ്പലാണ്, അതുകൊണ്ട് പിടിക്കില്ല മൂസാ. ചരിത്രത്തിൽ കാണാം, ആ കപ്പൽ തുറമുഖത്തെത്തി. രാജാവിന്റെ പടയാളികള് കപ്പൽ പിടിച്ചെടുക്കാൻ അകത്തു നോക്കിയപ്പോ പലകകൾ ഇറങ്ങി മാറി കിടക്കുകയാ. അവര് പറഞ്ഞു, രാജാവെ, പുറത്ത് നല്ല കാഴ്ചയുണ്ടെങ്കിലും മകം മോശമാണ്. ആ കപ്പല് വെറുതെ വിട്ടു. ആ പാവപ്പെട്ടവരെ ഞാൻ രക്ഷിച്ചതാണ്. മൂസാ,
മനസ്സിലായോ മൂസ നിനക്ക്? അത് ചിലപ്പോ നമുക്ക് അവര് പറയണ നമുക്ക് മനസ്സിലാകണമെന്നില്ല. ഇത് അവര് പറയണ നമുക്കെന്ത്? പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞിറങ്ങിയപ്പോ മമ്പുറന്തങ്ങൾ പറഞ്ഞില്ലേ വേലക്കാരനോട്, മമ്പുറത്തെ കടപ്പുറത്തെ ഏറ്റവും വലിയ തെങ്ങിന്റെ മുകളിൽ കയറുക, എന്നിട്ട് ചൂട്ട് കത്തിച്ചു പിടിക്കുക. ആളുകളെ കേട്ടാലും ഭ്രാന്തല്ല മനുഷ്യന്മാരെ. നിസ്കാരം കഴിഞ്ഞ തെങ്ങിന്റെ മുകളിൽ കയറിയിട്ട് ചൂട്ട് കത്തിക്കാനോ? വേലക്കാരൻ പറഞ്ഞതുപോലെ ചൂട്ട് കത്തിച്ചു. മമ്പുറത്ത് ആ മനുഷ്യൻ കിടക്കുന്നുണ്ട്. ഒരാഴ്ച കഴിഞ്ഞപ്പോ കപ്പൽ സംഘം മമ്പുറത്ത് വന്നു. അവര് പറഞ്ഞു ഒരാഴ്ച മുമ്പിട്ട് എവിടേക്കാണ് പോകേണ്ടെന്നറിയാതെ, തീരമറിയാതെ ഞങ്ങൾ കടലിലൂടെ നടക്കുകയായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ ഭാഗത്ത് തെങ്ങിന്റെ മുകളിൽ ഒരു ചൂട്ട് കത്തിയുടെ വെളിച്ചം കണ്ടത്. ആ വെളിച്ചം കണ്ട് ഞങ്ങൾ കപ്പൽ അവിടേക്ക് വായിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. എങ്ങനെയാണ് ഇശാ നിസ്കരിച്ച മനുഷ്യന് അങ്ങനെ കടലിന്റെ നടുവ്